സമാധാനത്തിരിക്കുക. ഇപ്പോഴ് പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ അൾത്താരയിൽ നിന്നുകൊണ്ട് ജീവിതത്തായ പല വലിയ സാക്ഷ്യങ്ങളും കേൾക്കുകയായിരുന്നു. ഈ സാക്ഷ്യങ്ങളുടെ ഒരു അനുഭവങ്ങളാണ് നമ്മൾ പണ്ട് ഉടമ്പടിക്ക് മുമ്പ് 2 കൂട്ടായ്മയും ഉടമ്പടി അമ്മ തരുന്ന മുമ്പ് 2 കൂട്ടായ്മയാണ് നമുക്കുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ടത് ആദ്യ ചൊവ്വാഴ്ചയും ആദ്യ ഞായറാഴ്ചയും. അപ്പോഴതിൽ കിട്ടുന്നത് നമ്മുടെ സാക്ഷ്യം 30 സാക്ഷ്യങ്ങളാണ് കിട്ടിയിരുന്നത്. ഇപ്പോഴ് അത് 440 സാക്ഷ്യങ്ങളായിട്ടാണ് ഉയർന്നത്. പണ്ട് എല്ലാ സാക്ഷ്യങ്ങളും പറയിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും അല്പം കാമ്പുള്ള സാക്ഷ്യങ്ങൾ മാത്രമേ, കുറച്ചെങ്കിലും കാമ്പുള്ള സാക്ഷ്യം മാത്രമേ പറയിപ്പിക്കാൻ നമുക്ക് സമയമുള്ളൂ. അതുകൊണ്ടാണ് കാമ്പുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആ ചങ്ങനാശ്ശേരി അച്ചായൻ പറഞ്ഞ സാക്ഷ്യം 5 കാര്യം പറഞ്ഞെങ്കിൽ 2 സാക്ഷ്യം അതിൻ്റെ തൊഴിൽ ശരിക്കും. പിന്നെ അത്രയും പറഞ്ഞപ്പോൾ ആ 2 ഉള്ളത് കൊണ്ടാണ് ബാക്കി പറയാൻ അനുവദിക്കുന്നത്. ആദ്യം പറഞ്ഞതൊന്നും സാക്ഷ്യമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ച നടക്കണ കാര്യങ്ങൾ തന്നെയാണ്. ഇല്ല, നടക്കാത്ത 2 കാര്യങ്ങളുള്ള അതിൻ്റെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് അമ്മ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ആ PR കാര്യം, ആ ഓഫീസർ ആ ഫയല് വെച്ച് മുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെ അത് പ്രധാനപ്പെട്ട. ഓഫീസർ നമുക്ക് തന്നെ അറിയില്ല എന്താണ് PR സംഭവിച്ചത്, PR ആപ്ലിക്കേഷന് ഫയലിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. അമ്മ കുറച്ചുകൂടി വളരെ ന്യായമായ രീതിയിലാണ് ഈ വിഷയം, വളരെ ഡീസൻ്റ് ഞാൻ പറയും. കാര്യം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇൻറ്റിമേഷൻ സംഭവിച്ചു. അത് ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഫെയിലിയറാണ്. ആ ഫയല് ആ പർട്ടിക്കുലർ ഓഫീസർ വെച്ച് മുക്കിക്കൊണ്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഫെയിലിയറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫെയിലിയർ കസ്റ്റമേഴ്സിനെ അറിയിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിസിയല്ല. പക്ഷേ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ആ ഉടമ്പടി ചെയ്ത വ്യക്തിയോടുള്ള വിശ്വസ്ത കാരണം, മകനെ വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് ഹിയർ, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് ഉടനെ മൊബൈലിൽ വരികയാണ്. നിങ്ങളുടെ ഫയൽ ഇത്രയും സമയം മുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഫയൽ കൈകാര്യം ചെയ്ത ആ ഓഫീസർ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനെടുത്ത് അടുത്ത ഓഫീസറിന് കൊടുക്കുകയാണ്. ആരാണ് എടുത്ത് കൊടുത്തത്? അമ്മയാണ് എടുത്ത് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടമ്പടി ആ മരവിച്ച് കിടന്ന ഫയൽ അവിടുന്ന് പൊക്കിയെടുത്ത് പ്രോപ്പർ ചാനലിൽ കൊടുക്കുക തന്നെയല്ല. സാധാരണ 2.5 മാസമാണ് PR. ആ ഫയൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് 28 ദിവസത്തിന് മുമ്പ് PR ആയി വരികയാണ്. അതാണ് മിറക്കിൾ, മരിയൻ മിറക്കിൾ. കൈ അടിച്ച് കിടത്താൻ. പിന്നെ അദ്ദേഹം പറഞ്ഞ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആ പല്ലുവേദനയുടെ കേസാണ്. ഇത് എന്താ ഞാനത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, സാക്ഷ്യം ഒരു 100 സാക്ഷ്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു 50 സാക്ഷ്യം പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ അമ്മ ഡയറക്റ്റ് പോണത് കാണാം. അത് ഞാൻ അച്ഛനായിട്ട് ആദ്യം കേൾക്കുന്ന ചില സാക്ഷ്യങ്ങളാണ്. ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്, അമ്മ ഡയറക്റ്റ് ചെല്ലണത്. ശരിക്കും പറഞ്ഞാൽ അമ്മ ഡയറക്റ്റ് പോകാൻ തുടങ്ങിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യമായിട്ടും ജനങ്ങൾക്ക് കൊടുത്ത രാത്രിയാണ്. ആദ്യമായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ലേ ഉണ്ടായിരുന്നു നമുക്ക്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സഭ അത് അംഗീകരിക്കാനും പഠനത്തിനും തയ്യാറാകണമെന്ന്. അതായിരുന്നു ആദ്യത്തെ. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വൈക്കത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന മകള്, അവളുടെ കയ്യിൽ പെട്രോളിയം ജെല്ലി വീണിട്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നന്നായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞാൽ ആങ്ങള പെട്രോളിൻ്റെ ജെല്ലി എടുത്ത് എന്തോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെങ്ങൾ ചെന്ന് കൈയിട്ട് തട്ടിയപ്പോൾ അവിടെ ഇരുന്ന് വിളക്കിൽ നിന്ന് ആ പെട്രോളിയം ജെല്ലി ഇവളുടെ കയ്യെ വീഴുകയും ആ വിളക്കിൽ നിന്ന് തീ ആന്തി പിടിച്ച് കൈ പൊള്ളി തീരുകയും ചെയ്തിട്ട് ഇവളിങ്ങനെ കൈ പൊള്ളി സർവാംഗം പൊള്ളിയായിട്ട് ആശുപത്രി കിടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ അന്ന് ഉച്ചക്കാണ് ഇവിടെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യമായിട്ടും കൊടുത്തത്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ പെട്രോളിയം ജെല്ലി വെന്ത് കിടക്കുന്ന കുഞ്ഞ് വേദനയോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനീ കൈ കൊണ്ട് ഇനി എങ്ങനെ വേലയെടുത്ത് തിന്നും? എനിക്ക് പഠിക്കാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ? എൻ്റെ കാര്യം തീരാനായി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ആ നിരാശയുടെ രാത്രി, ആ നിരാശയിൽ ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ നിരാശപ്പെട്ട് കിടക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഒരാൾ, അവരുടെ ബന്ധു, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലണത്. ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അമ്മയും കൂടി പ്രാർത്ഥിച്ച് അവൾ പിന്നെ അമ്മയ്ക്ക് കൊടുത്ത് അവൾ ഉറങ്ങിപ്പോയി. രാത്രി 2 മണിയായപ്പോൾ ഒരു സ്ത്രീ വന്ന് ഇവരുടെ കയ്യെ തൊട്ട്, ആദ്യമായിട്ട് ജെയിൻ, അതെ, അപ്പോൾ ആദ്യം കയ്യെ തൊട്ട്, കൈ തൊട്ട് ഭുജം തൊട്ട് ഈ വെന്ത് നീറിപ്പൊഴുത്ത കൈ ചട്ടം വരെ ഇങ്ങനെ തടവി. അപ്പോൾ പിന്നെ അവൾ ഉണർന്നപ്പോൾ ആ പാടുപോലും ഇല്ലാതെ പഴയ കൈയായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടിയാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. അമ്മ ഇറങ്ങി നടന്നാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്ക് മനസ്സിലായത് കൃപാസന അമ്മ സഞ്ചാരി മാതാവാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ സാക്ഷ്യത്തിൽ ഉണ്ടായിരുന്ന കോടതി മുറിയിലോട്ട് കയറിപ്പോയെന്നൊരാൾ ഇപ്പോഴത്തെ സാക്ഷ്യത്തിൽ കണ്ടില്ലേ? ആ ഡോക്ടർ എവിടെയോ എന്തോ ചെയ്ത് ബ്ലീഡിങ് വന്നപ്പോൾ വിവരണനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കയറി വന്നെന്ന്. സ്ത്രീ കയറി വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കി ചെയ്തെന്ന്. ആ ഡോക്ടറിന് അവരെ അറിയത്തില്ല, അവർക്കും അറിയത്തില്ലെന്ന്. പിന്നെ ഉടനെ ബ്ലീഡിങ് തീർന്നെന്ന്. അത് ജർമ്മനിയിൽ നടക്കുന്ന സംഭവമാണ്. അതായത് അതാണ് മിറക്കിളെന്ന് പറയുന്നത്, മരിയം മിറക്കിളെന്ന് പറയണത്. നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അമ്മയുടെ ഉടമസ്ഥയിലായി. ആ ഒരു ബോധം സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ അമ്മയുടെ ഉടമസ്ഥതയിലായി. അപ്പം നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ആരുടേതായി? അമ്മയുടെ സ്വന്തം വിഷയമായി. നമ്മൾ വിശ്വസ്തത കാണിക്കുന്നതനുസരിച്ച് ഉടമ്പടി നമുക്ക് വിശ്വാസം മാത്രം പോരാ. എന്താ വേണ്ടത്? അതെപ്പോഴും ഓർത്തേക്കണം, വിശ്വസ്തത. കാരണം ഇപ്പോഴും മസുഹറ ഷെരീഫ് ആരാണത്? അങ്ങനെ ഒരു സഹോദരി അല്ലേ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ കാര്യം എന്താണെന്നറിയോ? അവരത് പറഞ്ഞപ്പോഴൊക്കെ തെറ്റിപ്പോയി. അവിടെ കറക്റ്റ് കാര്യം എന്ന് പറയണത് അവർ പാവപ്പെട്ട സ്ത്രീയാണ്. ഈ ബഹളത്തിൻ്റെ ഇടയിൽ ചിലർ പറയുവേ 10,000-2,000 രൂപയുടെ പത്രം എടുത്താൽ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. എന്നൊക്കെ കള്ളത്തരവാ. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട് ആവശ്യത്തിന്. നിങ്ങൾ പ്രാർത്ഥിച്ച് വരുന്ന എല്ലാവരും അച്ഛൻ കാണുന്നുണ്ട്. ഈ സഹോദരിക്ക് വല്ല പത്രത്തിൽ ഒരു കാർഡ് പോലും അവരുടെ കയ്യിലില്ല, ഒറ്റ കാർഡ് പോലും ഇല്ല. അവരോട് എന്താണ് അച്ഛൻ പറഞ്ഞത്? നിങ്ങളുടെ നിങ്ങളുടെ മുതലാളി, നിങ്ങളെ സഹായിക്കുന്ന മുതലാളി കമ്പനി കടത്തിലല്ലേ, നഷ്ടത്തിലല്ലേ, തകർന്നിരിക്കുകയല്ലേ. അവർക്കൊരു പേപ്പർ ഒന്നെങ്കിൽ 8 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ 8 മാസം കഴിയും. എന്താ അവരോട് പറഞ്ഞത്? ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഇവരോട് ഇവിടെ നിന്നാണ് പറഞ്ഞത്. ആൾക്കാരെ എന്തി പിടിച്ച് വന്ന സമയത്ത് ഇവിടെ തലയെ കൈവച്ചപ്പോൾ ഈശോ 8 കാണിച്ച്. ആൾക്കാർ ബഹളത്തിൻ്റെ ഇടയിലാണ് സംഭവിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. 8 കാണിച്ച്, ജസ്റ്റ് 8 കാണിച്ചത്. കൈവച്ച ഒരു സെക്കൻഡ് മതി ഒരാൾ മെസ്സേജ് കിട്ടാൻ വേണ്ടി. 8 കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇവരെന്നോട് പറഞ്ഞത് അമേരിക്കയിൽ ഒരു പേപ്പർ വന്നാൽ എൻ്റെ മുതലാളി രക്ഷപ്പെടും, എന്നാൽ പിന്നെ എൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകും. അച്ഛൻ മാതാവിനോട് പറയണം. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കൈവച്ച്. അപ്പോൾ 8 കാണിച്ച്. അപ്പോൾ ഞാനെന്ത് പറഞ്ഞു? 8 വന്നാൽ പിന്നെ കാലമാണ് പ്രശ്നം.
8 കാണിക്കണം എന്താണ്? കൃപാസന അമ്മയുടെ അത് കാലത്തിൻ്റെ അമ്മയാണ്, സമയത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ 8 കാണിച്ചാൽ ഒന്നെങ്കിൽ 8ൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്താ? ആഴ്ചയാണ്. പിന്നെ ഇവരുടെ വിഷയം 8 കൊല്ലമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം ആ കമ്പനിക്കാരൻ്റെ തന്നെ ജീവിച്ചിരിക്കത്തില്ല. പിന്നെ എന്താ? അച്ഛൻ്റെ ഡിസേൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 8 മാസമായിട്ട് ബൈൻഡ് ചെയ്യും. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ആ ആധ്യാത്മിക അധികാരത്തിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണത്. 8 കാണിച്ചാൽ പിന്നെ 8നെ നമ്മൾ ചലിപ്പിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അത് 8 ദിവസം ഒന്ന് കണക്ട് ചെയ്യും. ഏറ്റവും കുറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന 8 ദിവസമാണ്. പിന്നെ ഇത് 8 കൊല്ലമായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബാർ ചെയ്യും. നോട്ട് എഴുതി വെച്ച് ഇത്ര രൂപയെന്ന് നമ്മൾ ബാർ ചെയ്യത്തില്ലേ, അതുപോലെ 8 കൊല്ലമായി മാറാതിരിക്കാൻ വേണ്ടി 8 മാസമായിട്ട് നമ്മൾ അമ്മയുടെ പേരിൽ നിജപ്പെടുത്തി കളയും. അപ്പോൾ പിന്നെ എന്താണ്? 8 മാസത്തിൽ ഇത് എത്ര മോശം പിടിച്ച കേസ് കെട്ടാണെങ്കിലും 8 മാസത്തിനുള്ളിൽ ആ വിഷയം കൈകാര്യം ചെയ്യും. അപ്പോൾ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന കാരണം എന്ത് ചെയ്തിരിക്കുന്നത്? 8ാം ദിവസം തന്നെ കമ്പനി റിലീവ്ഡായി, ഓർഡറായി. അങ്ങനെ അവർ രക്ഷപ്പെടാൻ കാരണം ശരിക്കും. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിലല്ല നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ സമയം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമയബന്ധിതമായി ഇപ്പോൾ PSC 6 കൊല്ലം എടുത്തിട്ട് കിട്ടാത്ത ആൾ ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ ഓക്കെ ആണതാണ്. അതിന് സമയമാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ നമ്മൾ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സത്യമായിട്ട് ഈശോടെ ഇരിക്കുന്നുണ്ടല്ലോ, സമയത്തിന് ഇത്രയും ഭയങ്കരമായ വിഷയമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സമയം ഇത്രയും, അതായത് അമ്മയെ നമ്മൾ കാണുന്നത്, ഞാൻ 2007 ഡിസംബർ 4 അമ്മയെ ഇതുപോലെ നിൽക്കുകയായിരുന്നു. ഞാൻ പുറകോട്ട് ബഹളം എന്തോ ആരോ നിൽക്കണമെന്ന് കണ്ട് ഞാൻ തിരിഞ്ഞതാണ്. തിരിഞ്ഞ സമയത്ത് അമ്മ നിൽക്കുന്നു. അമ്മയ്ക്കൊരു വ്യത്യാസമില്ല. അതാണ് അത്ഭുതം. എനിക്ക് മാത്രം അറിയാവുന്നൊരു അത്ഭുതമാണ് ഈ രൂപം. കാര്യം ഇത് ലൈറ്റില്ല, രാത്രി ലൈറ്റിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഓഫ് ചെയ്ത് രാത്രി മുകളിലെ ലൈറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു തരി പോലും വ്യത്യാസമില്ലാതെ അന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അതേ മാതാവാണ്. അതുകൊണ്ടാണ് അമ്മയുടെ രൂപത്തെ തൊടുമ്പോഴൊക്കെ ആൾക്കാർക്ക് സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാകണത്. ഇതൊക്കെ സഭ പഠിക്കണം. വസ്തുനിഷ്ഠമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്ന് നിലവിലുള്ള എല്ലാ സങ്കേതങ്ങളും വെച്ച് സഭ പഠിക്കണം. സഭ പഠിക്കാൻ വേണ്ടി ഈ CBC പ്രത്യക്ഷീകരണം ഔദ്യോഗികമായിട്ട് സഭയിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകാൻ വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, വരാൻ പോകുന്ന മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് 2004 ഈശോയെ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ കർത്താവേ അത്ഭുത കൃത്യങ്ങള് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സമർപ്പിക്കുന്ന കർത്താവേ തിരുസഭ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അന്ന് സമയമാണ്. ഞാൻ ഒരിക്കലും നമ്മളല്ല, സഭയുൾപ്പെടെ വിശ്വാസ ലോകം കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാഴ്ചയാണത്. എന്താണ്? നെഞ്ചിലൊരു കടികാരവുമായിട്ട്, നെഞ്ചിലൊരു ക്ലോക്ക്, എന്നിട്ട് 8:10 സമയം സൂചി കാണിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മ നിൽക്കുന്ന അമ്മയുടെ നെഞ്ചിലൊരു ക്ലോക്കിൻ്റെ ഛായ 8:10 സമയം കാണിക്കുന്നു. എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകണം. പ്രാർത്ഥിക്കണം. അപ്പം അതിനകത്ത് ദുരന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദുഃഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രതിസന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കുടുംബപരമായ എല്ലാ ദുഃഖ ദുരിത അരിഷ്ടകൾക്കും പ്രാർത്ഥിച്ചാൽ അമ്മ കണ്ണീരൊപ്പുവെന്ന് കട്ടായമായിട്ട് വെളിപ്പെടുത്തിയതാണ്. കൈ അടിച്ച് കർത്താൻ വീശിക്കൊണ്ട് അതുകൊണ്ട് അമ്മ സന്നിധാനത്തിൽ വരുമ്പോൾ മക്കൾ നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം. എന്താ കാര്യം എന്നറിയാവോ? ആ ഒരു ധാരണയും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ, കാര്യം നമ്മൾക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആനുപാതികമായിട്ടാണ് നമ്മൾക്ക് അതിൻ്റെ ഫലം പെട്ടെന്നാകണത്. നമുക്കുള്ള വിശ്വാസം. ഇപ്പം ചിലപ്പോൾ ഓടിപ്പോയി ചിലർ പറയും, അച്ഛാ ഈ
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു കൗൺസിലർ കംപ്ലയിൻറ്റ് പറഞ്ഞു. അതായത് ഒന്ന് വ്യക്തമാകട്ടെ കൊച്ചേ, എന്താണ് ആലപ്പുഴ പോകണം, ആലപ്പുഴ പോണ വഴിക്ക് നീ കലവൂർ കയറി ഒരു ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞിരിക്കണം. അമ്മ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ്ട് പിച്ചിങ്ങായ മരുന്നൊക്കെ മേടിക്കാൻ പോണ വഴിക്ക് നീ കൃപാസനത്തിൽ കയറി ഒരു ഉടമ്പടി എടുത്തോളാൻ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ, ചക്കേ ചേനെ ബുദ്ധിബോധമില്ലാത്ത പിശാസുകൾ ഇങ്ങനെ കുറേ ആൾക്കാരെ കെട്ടിയിടുന്നു വെച്ച് വിടും. അവർക്ക് കൃപാസനത്തിൽ ബാധ്യതയായിട്ട് വരും. അവസാനം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അലപരാധികൾ വന്നു കയറിയാൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. അവർക്ക് ബുദ്ധിയില്ലല്ലോ, ബോധമില്ലല്ലോ, എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തോടാണ് ചെയ്യണത്. അതിങ്ങനെ പല കാര്യങ്ങളുടെ കൂടെ ചെയ്യണതൊന്നുമല്ല, അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ സാക്ഷ്യം പറഞ്ഞു കൂട്ടുന്നത്. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ച് വന്നിട്ട് അതേ ശരണമായിട്ടിരിക്കുന്നവരുണ്ട്. എന്താണ്, ഇപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, അവരുടെ സാക്ഷ്യം എന്താണ്, കുറച്ച് ദിവസമായിട്ട് അച്ഛൻ്റെ ദുഃഖമുഖം എൻ്റെ മുഖത്ത് വരുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെന്ന്. ഞാൻ ആ സാക്ഷ്യം പറയാൻ അനുവദിച്ചത് എന്താണെന്നറിയാമോ? അവർ പറഞ്ഞ കാര്യം സത്യമായതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വല്ലാത്ത ദുഃഖങ്ങളിലായിരുന്നു. ഞാനൊരു 3 ദിവസമെങ്കിലും കടലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കടൽ കയറി പെശകാൻ പോകുന്നു എന്നുള്ളതിന് മനസ്സിൽ വന്നിട്ട് എനിക്ക് എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവരും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ മനസ്സിലുള്ള അത് കർത്താവ് പാസ് ചെയ്ത് കൊടുത്തതാണ്. അത് കറക്റ്റായ കാര്യമാണ്. ഞാനത് ആ സഹോദരി സാക്ഷി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, ദൈവമേ സത്യമാണല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച കടലിനെക്കുറിച്ച് 3 ദിവസത്തോളം ദുഃഖിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കടലിൽ ചെന്നത്, കടലിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് പെട്ടെന്നൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വിടുന്നത്. എങ്കിലും ഒരു ദിവസം എടുത്തിട്ട് കൊച്ചി മുതൽ കണ്ടക്കടവ് മുതൽ അങ്ങ് തുമ്പൂളി വരെ പോയി. എല്ലായിടത്തും തന്നെ ബാധിത പ്രദേശങ്ങളെല്ലാം പോയി. 2-3 സ്ഥലത്ത് അവകാശ പോരാട്ടത്തിന് പോയി. പക്ഷേ ആ സഹോദരി എന്താ പറഞ്ഞത്, കടൽ മുഴുവനും ഞാൻ സ്വപ്നം കണ്ട് കടൽ ഇളകി മറിഞ്ഞു വരുന്നത് കണ്ട്, അത് കണ്ടതുപോലെ തന്നെ അവർ സംഭവിച്ച്. ഞാനും കടലിൽ ചെന്നിട്ട് വീടുകളിൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ ഈ വീട് എടുക്കരുതെന്നാണ് പറയണത്. അതാണ് പറയേണ്ടത്. ഞാൻ ഓരോ വീട്ടിലും ചെന്നിട്ട് പറഞ്ഞത്, കർത്താവേ ഈ വീട് എടുക്കരുത്. ഇപ്പം എനിക്ക് സങ്കടമുണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പേ പോയിരുന്നെങ്കിൽ കർത്താവ് കുറച്ചുകൂടി സഹായിച്ചേനെ വന്നു. നമുക്ക് ഓർത്തില്ല ഇത്രയും വലിയ വിപത്ത് വരുമെന്ന്. എത്ര വീട് പോയെന്ന് എനിക്കറിയാവോ? 1-2 വീടുകൾ അവിടെ മുങ്ങിക്കിടക്കുക. എനിവേ അച്ഛൻ്റെ അഭിപ്രായം കടലിൽ നിന്ന് പോരണമെന്ന് എൻ്റെ അഭിപ്രായം. കടലിനറ്റത്ത് താമസിക്കുന്നവർ കടൽ ഇനിയുള്ള കാലങ്ങളിൽ കിഴക്കോട്ട് വരാതിരിക്കത്തില്ല. കടലിൽ നിന്ന് പോരണം നിങ്ങൾ. ഞാൻ തോമസ് ഐസക് സാറിനെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ, സാറേ 10 ലക്ഷം കൊടുത്താൽ പോരെ, 20 ലക്ഷം കൊടുക്കണം. 20 കടലറ്റത്ത് താമസിക്കുന്ന എല്ലാവർക്കും 20 ലക്ഷം കൊടുത്തിട്ട് 10 ലക്ഷം സ്ഥലം മേടിക്കാൻ ഭർത്താൻ കൊടുക്കണം, 10 ലക്ഷം വീട് വെച്ചിക്കാൻ കൊടുക്കണമെന്ന്. കടലോരം ദുരന്തപൂർണമായ സ്ഥലമാണ്. അതിൽ നിന്ന് ആക്കെ പോയി താമസിക്കുന്നത് നമ്മളൊരു പേപ്പട്ടിയുടെ വായി പോയി താമസിക്കുന്ന പോലെ ഇരിക്കും. ആ സ്ഥലങ്ങളിലെല്ലാം മാന്യമായ ഗവൺമെൻറ്റിന് അവരെ ശരിയായിട്ട് സംരക്ഷിക്കാൻ നല്ല ഈ 10 ലക്ഷം കൊണ്ടൊന്നും നടക്കത്തില്ല. ഇപ്പോൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്നും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്ഥലം പോലും മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ വീട് വെക്കണേ? അപ്പോൾ നല്ല പാക്കേജ് കിട്ടാൻ ഗവൺമെൻറ്റിന് നല്ല സമ്പത്തി വരുമാനം ഉണ്ടാകാനും ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടാകാനും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാരുണ്യമാണ് കൃപാസനത്തിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലേ. അമ്മ ഇത് സഞ്ചാരി മാതാ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സന്ദേശം, അതായത് ബ്ലാഡറിൽ കല്ല് കയറിയിരിക്കുന്ന ഒരു സ്ത്രീ, അതെടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവരെന്താ സ്വപ്നം കണ്ടത്? സ്കാൻ ചെയ്തപ്പോൾ 9 കല്ലുണ്ട്. അവർ രാത്രി ഒരു സ്വപ്നം കണ്ട്. എന്താ? ഒരു സ്ത്രീ വന്നിട്ട് ഒരു ബലൂണിൻ്റെ അകത്തിട്ട് ഒരു സൂചി കൊണ്ട് കുത്തണ പോലെ ഓരോ കുത്തി ഓരോ കല്ലെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അവർക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ആശ്വാസമായി. ഒരാശുപത്രി ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ 9 കല്ല് കാണാനില്ല. ശ്രുതിയുടെ ഹല്ലേലൂയ. സാഗരമേ ശോകം കൂടുമ്പോ സാഗരമേ ശോകം കൂടുമ്പോ മേഘത്തിൽ
കൃപയരുക, അളവനി പകർന്നിടുക. ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുക. ഇപ്പൊ കൃപാസനത്തിന് ഭയങ്കര കരുത്ത. എന്താ കാര്യം എന്നറിയോ? 89 തുടങ്ങിയ ശുശ്രൂഷയാണ്. ഞാൻ 84 ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ അമ്മയില്ലായിരുന്നു, ആ സ്വപ്നത്തിൽ പക്ഷേ ഈശോ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനാകുന്ന മുമ്പൊരു സ്വപ്നം ഈശോനെ കാണിച്ചായിരുന്നു. എൻ്റെ നാട്ടിൽ, എൻ്റെ കടപ്പുറത്ത്, വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് റോഡിൻ്റെ അവിടെ വെറുതെ ഒരു തുണിയൊന്നും വിരിക്കാത്ത ഒരു സ്റ്റൂള്, ഒരു ബെഞ്ച്, അവിടെ തുണിയൊന്നും വിരിക്കാതെ ഈശോ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഈശോൻ്റെ പുറകിലൊരു കസേര ഇരിക്കണം. പക്ഷെ സ്വപ്നത്തിലായതുകൊണ്ട് ഞാൻ നേരെയാണെങ്കിൽ കസേര ഇരിക്കത്തില്ല, ഈശോ ഇരിക്കുമ്പോൾ മുട്ട നിൽക്കേ ഉള്ളൂ. എന്നിട്ട് കുറേ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് 84 സ്വപ്നം. പിന്നീട് അച്ഛനായപ്പോൾ സംഭവിച്ചത് അത് തന്നെയാണ്. ഈശോ എപ്പോഴും ഉണ്ടായിരുന്നു കൂടെ. കടലോരത്തിൻ്റെ മഹാകൺവെൻഷൻ നടത്തുമ്പോഴും ദിവ്യകുർബാനയുടെ പടം വെച്ചാണ് ഞാൻ ആ കൺവെൻഷൻ്റെ പോസ്റ്റർ ഉണ്ടാക്കിയത്. ദിവ്യകുർബാനയിൽ ഈശോ, ഈ ഈശോയുമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്ന 2004 വരെ സഞ്ചരിച്ചപ്പോൾ 84 തൊട്ട് 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ 20 കൊല്ലം നടന്ന കൗൺസിലിംഗ് ഇല്ലേ? കൗൺസിലിംഗ് അച്ഛനായി തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതാണ്. ആ 20 കൊല്ലത്തെ കൗൺസിലിങ്ങിന് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, വസ്തുതർക്കങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ എല്ലാം ഓർത്തിട്ട് ഞാൻ ഈശോനോട് എപ്പോഴും സങ്കടപ്പെടും. ഈശോനെ, എന്തോ ഒരു കഷ്ടമാണ് മനുഷ്യൻ പെട്ടുകൂട്ടുന്ന വേവലാതികൾ, ഇതിനൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാകും? എങ്ങനെയെങ്കിലും ഇതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ എപ്പോഴും ഈശോയോട് അവലാതിപ്പെടും. എൻ്റെ ആത്മദുഃഖമാണ്, അത് ഈശോയോട് പറയും. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് മനസ്സിലാവണത്, ആ ഒരു പ്രാർത്ഥനയുടെ കൂടി അത്രയും കാലത്തെ ഉപവാസമില്ലേ, 20 കൊല്ലത്തെ ഉപവാസമില്ലേ, 20 കൊല്ലത്തെ പ്രാർത്ഥനയില്ലേ, അതിനെല്ലാം കൂടി ഈശോ തന്ന ഒരു പരിഹാരമാണ് പരിശുദ്ധ അമ്മ. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് 10 വർഷം അനക്കിയില്ല. 10 വർഷം അനക്കിയില്ലല്ലോ. അമ്മ പ്രത്യക്ഷപ്പെട്ട കാര്യം അന്ന് ഇവിടെ ധ്യാനകേന്ദ്രം പോലും ഇല്ല. കാറ്റാടിക്കൊമ്പയിൽ ഈ ഒരു ഹോളുണ്ട്, പക്ഷേ ഹോളിന് ഭിത്തിയൊന്നുമില്ല. ഒരു ആപ്തോ ഷീറ്റ് ഇങ്ങനെ നിൽക്കേണ്ട ഒരു കാലമായിരുന്നു അത്. തുടങ്ങിയതേ ഉള്ളൂ. 10,000 പേരൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്. അന്ന് ഒരു 2 കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ എങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് മുതൽ എല്ലാവരോടും ഞാൻ പറയും. പക്ഷേ ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്യത്തില്ല. എൻ്റെ പ്രിൻറ്റിങ് മാറ്ററൊന്നും കൊടുക്കത്തില്ല. പ്രിൻറ്റിങ് മാറ്റർ കൊടുത്ത് അച്ചടിച്ച് ജനത്തിൻ്റെ കയ്യിൽ കൊടുത്തത് വാടിപ്പെട്ടി ചെന്നപ്പോഴാണ്. കയറണ്ടെന്ന് എന്നോട് കർക്കശമായി പറഞ്ഞിട്ട് ഞാൻ വാടിപ്പെട്ടി പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് വിജയകുമാറിനെ കൊണ്ട് നേർച്ച ഇടിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അമ്മ തന്ന പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് വൈക്കത്തുകാരത്തി സുഖപ്പെട്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഇറങ്ങി സമയമായെന്ന്, എൻ്റെ സമയമായെന്ന്. നിങ്ങൾ കൃപാസനത്തിൽ നിങ്ങൾ വരുമ്പോൾ ഓർക്കണം, നിങ്ങൾ എന്ത് ഉടമ്പടിയിൽ എഴുതിയിട്ടിട്ടുണ്ടോ അതിന് ഉത്തരവാദി അമ്മയാണ്, നിങ്ങളല്ല. നിങ്ങൾ ഉത്തരവാദിയാകുന്ന സംഭവം ഏതാണെന്നറിയാവോ? പച്ച പേപ്പർ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരവാദി. ആ വെള്ള പേപ്പർ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? അമ്മയാണ് ഉത്തരവാദി. എന്തും എഴുതാമെന്ന് പറഞ്ഞില്ലേ? 6 കാര്യങ്ങളല്ലേ കനായിലെ കല്യാണ കൽഭരണികളിലെ 6 കൽഭരണി വെച്ചതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ പരിശുദ്ധ അമ്മ 6 കൽഭരണികൾ വെച്ചിരിക്കുന്നത്. അമ്മ മാറത്തില്ല. അമ്മ മാറിയാൽ എന്ത് പറയും? ഈശോ പറയും സമയമായില്ലെന്ന് പറയും. അതുകൊണ്ട് അമ്മ അവിടുന്ന് മാറത്തില്ല. അപ്പം മാറാതെ നിൽക്കുന്ന കാരണം ഈശോക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഉടമ്പടിയുടെ ബലവും കരുത്തും. കൈ അടിച്ച് കിടന്ന വീശിക്കോട്ടെ. സന്തോഷത്തോടെ ആരവത്തോടെ സന്തോഷത്തോടെ
ഹല്ലേലൂയ. അപ്പോൾ 2 ഉത്തരവാദികളാണുള്ള ഉടമ്പടിക്ക്. വെള്ളപ്പേപ്പറിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? വെള്ളപ്പേപ്പർ എഴുതിയിരിക്കുന്ന 6 കാര്യങ്ങൾ ഉത്തരവാദി ആരാണ്? നമ്മളല്ല, അമ്മയാ, അല്ലേ? നമ്മൾ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകമായ അമ്മയ്ക്ക് അത് ഏൽപ്പിച്ചിരിക്കുക. പച്ച പേപ്പറുണ്ട്, അതിൻ്റെ ഉത്തരവാദി ആരാ? അത് നമ്മളാണ്. അതാണ് അതിൻ്റെ ഉത്തരവാദിയാണ് നമ്മളെ. 3 പ്രാവശ്യം കാര്യം 3 പാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കും. 3 പാപങ്ങളല്ല, 30 പാപങ്ങൾ ഉപേക്ഷിച്ചാലും നമ്മൾ വിശ്വസ്തരായി മാറും. എന്താ? ആദ്യഘട്ടം 3 പാപങ്ങളെന്നാണ് എൻ്റെ അർത്ഥം. ആദ്യഘട്ടം. ഇപ്പോൾ അമ്മ വേറൊരു സാക്ഷ്യം തുടങ്ങിയില്ല ഇപ്പോഴേ, അത് ഈ 2-3 മാസമേ ആയുള്ളൂ. 55 കൊല്ലമായി മദ്യപാനം, സിഗരറ്റ് വലി. ഉടമ്പടി എടുത്തപ്പോൾ തീർന്നെന്ന്. ഉടമ്പടി എടുത്ത ദിവസം തീർന്നെന്ന്. നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? പുകവലിയ മദ്യപാനമൊക്കെ മാറണം. ആശുപത്രി 10, 20, 12 കൊല്ലമായ അതൊക്കെ മാറണമെങ്കിൽ തന്നെയും ആശുപത്രിയിൽ എത്ര കാലം കിടക്കണം. ആ അപ്പച്ചനെ ഞാൻ കണ്ടു, സെബാസ്റ്റ്യൻ അപ്പച്ചൻ, പത്തനംതിട്ടയെന്ന്. അപ്പം അദ്ദേഹം എന്നോടും പറഞ്ഞു, അച്ഛാ ഇതെന്ത് പരിപാടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ അമ്മ പരിപാടിയാണ്, അല്ലെ ഇപ്പം എൻ്റെ പരിപാടിയാണ്. അതായത് 55 കൊല്ലം ഞാൻ വലിക്കുന്ന വെച്ചാൽ 30 സിഗരറ്റ് എനിക്കൊരു ദിവസം വേണം. എന്നിട്ട് ബ്ലഡിൻ്റെ അകത്ത് കയറി മരിയൻ സ്പിരിറ്റ് ആ മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ അകത്ത് കയറുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നിക്കോട്ടിൻ മുഴുവൻ നിർവീര്യമാക്കി കളയും. ഒരു ശാസ്ത്രീയമായിട്ടൊരു മനുഷ്യൻ പുകവലി നിർത്തുന്നത് എങ്ങനെയാണ്? ആ നിക്കോട്ടിൻ നിർവീര്യമാക്കിയിട്ട് ആസക്തിയുടെ മേൽ കർത്താവ് ബന്ധിച്ച് കളഞ്ഞു. കൈ അടിച്ച് കർത്താവ് ദൈവവേദനെ ഹൃദയം സന്തോഷം കൊണ്ട് നിറക്കുന്നേ. നിൻ്റെ നിരാശ എടുത്ത് മാറ്റ്, ഹൃദയം സന്തോഷം കൊണ്ട് നിറക്ക്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ രോഗിയാണ് കിടക്കണമെന്ന് വിചാരിച്ചോ, നമ്മുടെ ഏറ്റവും ആ രോഗിയായിട്ടുള്ള ആളാണ് അപ്പൻ രോഗിയായിട്ട് കിടക്കണമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും രോഗിയായിട്ട് കിടക്കണം. നമ്മൾ ആശിച്ചും സ്നേഹിച്ചും കൊതിച്ച് സന്തോഷിച്ചും ഇരിക്കണ ഒരാൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ രോഗം നമ്മൾ അപ്പം മറക്കും. ഓ ചേട്ടായി വന്നല്ല, മതി ഇനി കുഴപ്പമില്ലെന്ന് പറയും, അല്ലേ? 5 വർഷമായിട്ട് പോയിരിക്കണ ചേട്ടായി അപ്പൻ്റെ അസുഖം കേടി ഇപ്പം പെങ്ങളും അമ്മയൊക്കെ വേദനിച്ചും വിഷമിച്ചൊക്കെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പനിങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ചേട്ടായി പെട്ടെന്ന് വന്ന് ഇറങ്ങണത്. കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ദുഃഖം മറക്കുക. എന്താ? ഇനി ചേട്ടായി ഉണ്ടല്ല, ഇനി നമുക്കൊരു കരുത്തുണ്ടല്ല, എന്തുകൊണ്ടും ചെയ്യാനുള്ള ആളുണ്ടല്ല എന്ന് പറയും. അതുപോലെ ആയിരിക്കണം. നമുക്ക് രോഗമുണ്ട്, ക്ഷീണമുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്തപ്പോഴേ ഇനി അമ്മയുണ്ടല്ല എന്ന് പറയുമ്പോഴേ ചേട്ടായി വന്നിറങ്ങണതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷം നിനക്ക് ഉണ്ടാവേണ്ട ദൈവവേദനേ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ മ്ലാനത നീ മാറ്റിക്കളയുക. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. കരുണയിൽ സാഗരമേ ശോകക്കൊടുമയിലേ വിടുമ്പോ, കരുണയിൽ സാഗരമേ ശോകക്കൊടുമ സന്തോഷത്തോടെ മേഘത്തിൻ തണലരുളേ എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക അവളെ വാഴ്ന്നിടുക ഈ ഭൂമിയിലൻ യാത്രയിൽ ദൈവകൃപയരുക. ഇപ്പം മൂന്ന് സന്ദേശങ്ങൾ യേശു വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു ഗുളിക, ഒരു ഗോലി പോലത്തെ ഒരു ഗുളിക. ഗുളിക എന്ന് വെച്ചാൽ വയറിൻ്റെ അകത്ത് എവിടെയോ ആണ്, അവയവത്തിനകത്ത് എവിടെ ഇരിക്കുന്നതാണ്. ഒരു ഗോലി, അരിയാസ് പോലത്തെ വട്ട്, അരിയാസ് വട്ടല്ലേ, അതുപോലെ അതിനേക്കാൾ ചെറുതായിട്ടുള്ളൊരു ഗോലി. അത് മാംസമാണ്, മാംസമല്ല. കല്ലാണ്, കല്ലല്ല. റബ്ബറാണ്, റബ്ബറല്ല. ഒരു ഗുളിക, ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. കർത്താവ് ഇപ്പം ആ സ്ഥാനം അപ്രത്യക്ഷമാക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ സന്ദേശം നീര് വന്ന ഒരു തുടഭാഗമാണ്. തുടയും മുട്ടും പോലെയുള്ളതാണ് എനിക്ക് തോന്നണത്. അത് നീര് വന്നിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പൊടിയുന്ന രക്തം ചുവപ്പ് നിറമല്ല, മഞ്ഞ നിറമല്ല, ഓറഞ്ച് നിറത്തിലുള്ള രക്തമാണ്. രക്തത്തിൻ്റെ പവർ പോയെന്നർത്ഥം. നീര് കൂടിയ രക്തം, ഓറഞ്ച് നിറത്തിലുള്ളത്. തൊടിയുടെ ഭാഗം നീരുള്ള സ്ഥലത്ത് ആ സ്ഥലത്തെ
ഓറഞ്ച് നിറത്തിലുള്ള രക്തത്തിൻ്റെ തുള്ളികൾ പൊടിക്കുന്ന നീര് വെച്ച ആ ശരീരത്തെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. രണ്ടാമത്തെ സന്ദേശം കാല് തേമ്പിപ്പോയ ഒരു ഗർഭസ്ഥ ശിശുവാണ്. അതായത് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതായത് നിങ്ങളോട് പറഞ്ഞു കാണും. അതായത് കൊച്ചിൻ്റെ അരക്കെട്ട് വരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഗർഭസ്ഥ ശിശുവാണ്, കുഞ്ഞിൻ്റെ അരക്കെട്ട്. പക്ഷേ ഞാൻ ഗർഭശിശുവാണെന്ന് പറഞ്ഞത് ഗർഭത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ കൊച്ചിനെ ഞാൻ ആദ്യം ദർശനത്തിൽ കാണുമ്പോൾ ഗർഭസ്ഥ ശിശു അല്ലായിരുന്നത്, ഒരു വയസ്സെങ്കിലും ഉള്ളൊരു കൊച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈശോ രണ്ടും ഗർഭസ്ഥ ശിശുവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ സന്ദേശം ഓർക്കണം, അരക്കെട്ടിന് താഴേക്കുള്ള ഭാഗങ്ങൾ തേമ്പിയിരിക്കുന്നു, എന്നുവെച്ചാൽ ബലമില്ല, ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. അത് കാലാന്തരത്തിൽ അങ്ങനെ വരത്തുള്ളത്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും കിടക്കേണ്ടി വരും. ഈ അരക്കെട്ടിന് താഴേക്ക് തേമ്പിയിരിക്കുന്ന, കാലുകൾ രണ്ടും തേമ്പിയിരിക്കുന്ന കുഞ്ഞിനെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. സാഗരമേ സാഗരമേ ശോകക്കൊടുവയിലേറിടുമ്പോ മേഘത്തിങ്കളരുളേ എന്നെ സാന്ത്വനമായി നടത്താൻ, മേഘത്തിൽ തടലരുളേ എന്നെ സാന്ത്വനമായി നടത്താൻ. ഇപ്പം നമ്മൾ വലിയൊരു സംഭവം ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പം ഈശോ മെസ്സേജ് കാണിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവ് ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കൊണ്ടും ഇപ്പം ഗർഭമുള്ളവരെല്ലാവരും 2 മാസമാകാം, ഒരാഴ്ചയാകാം, ചിലപ്പോൾ പേപ്പറിട്ട് നോക്കിയ ദിവസങ്ങൾ മാത്രമാകാം. അപ്പോൾ നിനക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, നിൻ്റെ ഉദരത്തിൽ കുഞ്ഞുണ്ടെന്നുള്ള സൂചനയുണ്ട്. അങ്ങനെയുള്ളവരെല്ലാവരും ഇപ്പം വയറെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഗർഭിണികളെല്ലാവരും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാധാരണ ഗർഭിണികൾ വരണത് ഗർഭിണിയുടെ കൂട്ടായ്മ അല്ല ഇത്. കൃപാസനത്തിൽ ഗർഭിണികൾക്ക് മാത്രം കൂട്ടായ്മയുണ്ട്. അത് 1-ാം ഞായറാഴ്ചയാണ് അവരെല്ലാവരെയും വരണത് കർത്താവിനെ തൊട്ട് പ്രാർത്ഥിക്കാൻ. അവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈശോനെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇവിടെയും ആരെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ അവർക്ക് അടിവേറ്റ് തൊടാവുന്നതാണ്. പക്ഷേ എൻ്റെ മക്കൾ ഓർക്കുക, കുഞ്ഞുങ്ങളില്ലാത്തവരും തൊടണം. കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ട് 5 കൊല്ലമായി 10 കൊല്ലമായി പ്രാർത്ഥിക്കണില്ലേ? നിങ്ങളിപ്പോൾ അടിവേറ്റ് തൊട്ടു, കർത്താവ് നിങ്ങൾക്ക് അടുത്ത കൊല്ലം കുഞ്ഞിനെ കൊണ്ടും സാക്ഷ്യം പറയാൻ സഹായിക്കും. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത മക്കളെ അടിവയറ്റ് തൊടുകയാണ് കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾ കർത്താവേ അടിവയറ്റ് തൊടുകയാണ് കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത അടിപ്പിട പോലെ, വൈദാഖാലം പോലെ ദൈവത്തിന്റെ ശക്തി വചനം ആവശ്യമായതുപോലെ ഉദരത്തിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ വളരട്ടെ. പുരുഷനെയും സ്ത്രീയെയും ഈ സന്ദേശത്തിലുണ്ട്. അതായത് ശിരസിൻ്റെ മുകൾ ഭാഗം അച്ഛനെ കാണിക്കുന്ന ഇത്രയും സ്ഥലം, അത് അത്രയും സ്ഥലത്തെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പോൾ പുരുഷനും സ്ത്രീയും ഉണ്ട്. ആദ്യം പുരുഷനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഒരു 10-55 വയസ്സ് കാണുമായിരിക്കും. സ്ത്രീയുടെ വയസ്സ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 37, 38, 40 വയസ്സ് അങ്ങ് കാണാം. അങ്ങനെ അതായത് ഈ മുടി കൊഴിയുന്നതല്ല പ്രശ്നം. ഇനി മുടി തിരിച്ച് വെക്കണതിനേക്കാൾ വലിയ പ്രശ്നം മുടി കൊഴിയുന്നതിനുള്ള ശാരീരികമായ എന്തോ ഗുരുതരമായ രോഗമുണ്ട് ആ വ്യക്തിക്ക്. അത് കർത്താവ് അടിവേരോടുകൂടി പറിച്ച് മാറ്റി സുഖപ്പെടുന്നു. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അമിതബലം മരുളേ എന്നെ സാന്ത്വനമായി നടത്താൻ, അമിതബലം മരുളേ എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുള്ള അവനെ പകർന്നിരുക. ഈ ഭൂമിയിൽ യാത്രയിൽ കൃപയരുക. ഈ ഭൂമിയിൽ യാത്രയിൽ കൃപയരുക.
ബ്രദർ ജയേഷ് പാടുമ്പോൾ നിങ്ങളും കൂടെ ചേർന്ന് പാടണം. നിങ്ങൾ പാടാൻ വേണ്ടിയാണ് അദ്ദേഹം സെയിം പാട്ട് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പാടുമ്പോൾ, ഒരുമിച്ച് പാടുമ്പോൾ, ഒറ്റക്കെട്ടായി പാടുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് അഭിഷേകമായി വരും. ഇപ്പോൾ ഉടമ്പടിയുടെ വിശ്വസ്തതയാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വിശാല എന്ന് പറഞ്ഞ് വിശാല അല്ലേ, അങ്ങനെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, അവളുടെ ഹസ്ബൻഡ് തളർന്നു പോയി എന്ന് പറഞ്ഞില്ലേ. ഒരു പെശക ലക്ഷണത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ തളർന്ന് കിടന്ന് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് കുറേ പറഞ്ഞു, കൈ തളർന്നു പോയവരെയും പറഞ്ഞു, കൈയും കാലും തളർന്നു പോയവരെ പറഞ്ഞു. അപ്പോൾ വിശാല ഉടമ്പടി ചെയ്ത അവൾക്കൊരു പത്രമാണ് കിട്ടിയത്. ഉടമ്പടി ചെയ്തില്ല, പത്രം. കൃപാസനത്തിൻ്റെ പത്രത്തെക്കുറിച്ച് സഭ പറയുന്നത് ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പറയേണ്ട എന്നാണ് പറയണത്. അതുകൊണ്ട് ഞങ്ങളാരും ഇപ്പോൾ സാക്ഷ്യം പറയിപ്പിക്കണില്ല. പിന്നെ നിങ്ങൾ വേറെ കുറേ സാക്ഷ്യം അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് അത് അനുവദിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയ പത്രത്തിൻ്റെ സാക്ഷ്യവും പറഞ്ഞു പോണതാണ്. സഭ പറഞ്ഞിട്ടുണ്ട് എന്നോട്, പത്രത്തിൻ്റെ സാക്ഷ്യം ഇപ്പോൾ പറയിപ്പിക്കേണ്ട എന്ന്. അതായത് അതിന് കറക്റ്റ് പ്രൂഫ് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് കാര്യം. പക്ഷേ വല്ലാത്ത സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്നെ തുടങ്ങി വെച്ച കാര്യം അമ്മ തന്നെ കൈകാര്യം ചെയ്യുക, എനിക്കിതിനകത്ത് പങ്കൊന്നുമില്ല. ഞാൻ പത്രം വെഞ്ചരിച്ച കാലത്ത് ആ പത്രത്തിന് പവർ കൊടുക്കണമെന്നൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പത്രം വഴിയാണ് അമ്മ പ്രവർത്തിക്കണമെന്നുള്ളത് അനുഭവം കൊണ്ട് നമുക്കറിയാൻ പറ്റും. ആ സഹോദരി വിശാല ഇരുന്നത് എങ്ങനെയാണ്, അവൾ ഹൈന്ദവ സഹോദരി അല്ലേ, അവളുടെ അവിടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോകുന്നൊരു സങ്കടത്തിൽ വേദനിച്ചിരിക്കുമ്പോഴാണ് പത്രത്തെക്കുറിച്ച് പറയുന്നത്. പത്രം കൊണ്ടുവന്ന് സംസാരിക്കണത്. പിന്നെ പത്രത്തെ വഴിയാണ് ആ മകൻ സുഖപ്പെടുന്നത്, അവളിവിടെ വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ കൃപാസനം പത്രം അമ്മയ്ക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാനും അമ്മയുടെ അനുഭവങ്ങൾ ആയിരങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവം നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പത്രം ആരും വെച്ചിട്ട് പോരരുത്, നിന്ന് നട്ടല്ലോടുകൂടി നിന്ന് വിതരണം ചെയ്യണം. റെയിൽവേ സ്റ്റേഷൻ, ജയിലെങ്കിൽ ജയിൽ, അമ്മ പത്രമാണിത്. ഇത് നട്ടല്ലോട് നിന്ന് വിതരണം ചെയ്യണം, കൊന്ത ചെല്ലി വിതരണം ചെയ്യണം. എന്താ കാരണം എന്ന് അറിയാവോ, അമ്മ നമ്മളെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അമ്മ എന്നെ ഏൽപ്പിച്ചതാണെന്ന് പറയണം, അല്ല ജോസഫച്ചനും കൃപാസനം ഏൽപ്പിച്ചതല്ല. അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് അനേകം മക്കൾക്ക് ആശ്വാസമാകാൻ വേണ്ടി അമ്മ എന്നെ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ വല്ലയിടത്ത് എറിഞ്ഞു കളിച്ചാൽ പോകത്തില്ല, ഞാൻ തന്നെ ഇത് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കാര്യം കർത്താവിനോട് നമ്മൾ വിശ്വസ്തത കാണിച്ചാൽ, പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം പത്രം വാങ്ങിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് വരുമ്പോൾ കുറഞ്ഞ പക്ഷം, ഇപ്പോൾ വേറെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, പത്രം കൃപാസനത്തിൽ വന്നിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷെ പത്രം വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അനുഗ്രഹം കിട്ടിയെന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ ഒരെണ്ണം, കേട്ടോ നിങ്ങൾ? അതിൻ്റെ അർത്ഥം എന്താണ്? പ്രേക്ഷിത പ്രവർത്തനം അമ്മ വളരെ കരുതലോടെ ഇടിക്കുന്നു. എന്താ കാര്യം? ഇത് നമുക്ക് മാത്രം ഗുണമുണ്ടായാൽ പോരല്ലോ, ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും അമ്മ സംഭവങ്ങൾ. കാര്യം ഒന്നാമത്തെ ഒരു ക്ലോക്കാണ് നെഞ്ചത്ത് വെച്ചിരിക്കുന്നത്. ഒരു ബൈബിളാണെങ്കിൽ നമുക്ക് പറയാം, ബൈബിള് അമ്മ ഉപയോഗിച്ചിട്ടുള്ളതാണ്, അമ്മ അത് അടയാളം കാണിച്ചതാണ്. ഉണ്ണിമിശാനാണ് അമ്മ നെഞ്ചത്ത് വെച്ചിരുന്നെങ്കിൽ നമ്മൾ പറയും സ്വാഭാവികമാണ്. ഇത് സ്വാഭാവികമല്ലല്ലോ. സഭ ഉണ്ടായിട്ട് ഇന്ന് വരെ കേൾക്കാത്ത സമയഘടികാരം വെക്കാൻ എന്താ കാര്യം? സഭ ഇത് പഠിക്കാതെ ഒരു മാർഗവുമില്ല. പഠിക്കണം. കാര്യം ഇത് നമ്മൾ പറയുന്നതിനേക്കാൾ വലിയ സംഭവം ഇതിൻ്റെ തൊണ്ട്. നമ്മളിത് പറയുന്നതിനേക്കാൾ അച്ഛന് അത്രയും പറയാൻ അറിയത്തില്ല. സഭ ഇത് ആഴമായിട്ട് ഇതിൻ്റെ ദൈവശാസ്ത്രവും ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ആണ് ഏറ്റവും പവർഫുൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് മാത്രം ഉണ്ടാകുമ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ഈ ജോലി, വീട്, സ്ഥലം, വിവാഹം, സർവീസ് പ്രോബ്ലം മൊത്തം അങ്ങനെ ഏറ്റെടുക്കുകയല്ലേ. ജീവിതത്തിൽ നമുക്ക് തലയിലും കെട്ടി ജീവിക്കാൻ പറ്റും. നീ എവിടെയെല്ലാം കണ്ണീര് വീടുന്നുണ്ടോ, നിൻ്റെ എവിടെയെല്ലാം നീ ഭൗതികമായ വേദന അനുഭവിക്കുന്നുണ്ടോ, ആ സ്ഥലങ്ങളിൽ അച്ചിട്ട പോലെ അമ്മ പ്രവർത്തിക്കുന്നതിൻ്റെ സാക്ഷ്യമല്ലേ നമ്മൾ കേൾക്കണത്. ഇപ്പം ഇന്നലെ മെനയെന്നാണ് വലിയ ഇതുപോലൊരു കൂട്ടായ്മ കഴിഞ്ഞത്. ഇപ്പം ഇനി അടുത്ത ഞായറാഴ്ച, അടുത്ത ചൊവ്വാഴ്ച, ഇങ്ങനെ ഇനി നിങ്ങളാരും ഇനി ഈ മാസം വരരുത് ഇവിടെ. കാര്യം എന്താ? നല്ല മഴയാണ്. പ്രാർത്ഥിച്ച് ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ നാളെ ആരാധന സമയത്ത് നീ മഴ പെയ്യിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കണത്. അപ്പം അതുകൊണ്ട് ആൾക്കാർ കൂടിയ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് നിങ്ങളിനി അടുത്ത മാസമേ വരാവൂ.
അടുത്ത മാസം. ഇനി കൂട്ടായ്മ ഇവിടെ എന്തുണ്ട്? അടുത്ത ചൊവ്വാഴ്ച ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്, 1, 3, 4 ചൊവ്വാഴ്ച, 1, 3 ഞായറാഴ്ച. എപ്പോഴും വലിയ കൂട്ടായ്മ ഉണ്ട്. ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നതിന് ഇതാണ് ഉടമ്പടി ധ്യാനം. നാളെ മുതൽ ഉടമ്പടി പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ഉടമ്പടി ധ്യാനത്തിലും ഉടമ്പടി പ്രാർത്ഥനയും വെച്ചിട്ട്? എന്തിനാണ്? ഉടമ്പടി ചെയ്ത കാര്യങ്ങൾക്ക് ചെയ്ത ആൾക്കാർക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. 3 പാപങ്ങൾ ഉപേക്ഷിക്കണം. ഇന്ന് ആരെങ്കിലും ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ ആഴ്ച തന്നെ തീരുമാനം എടുത്തേക്കണം. കാര്യം നമ്മൾ വിശ്വസ്തത കാണിക്കണം അതിനോട്. ഉടമ്പടി എടുത്ത് കറങ്ങിടക്കരുത്. കാര്യം ഈ ഇവിടെ പറയുന്ന സാക്ഷികളൊന്നും അച്ഛനെ നേരിട്ട് കണ്ടിട്ടുള്ള സാക്ഷ്യമല്ല, ഉടമ്പടി കൂടിയതിൻ്റെ പേര് കിട്ടിയ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛനെ കാണുന്ന ധൃതിപ്പെടേണ്ട ഒരു വിഷയമല്ല വാസ്തവത്തിൽ. പക്ഷേ ഉടമ്പടി വിശ്വസ്തത കാണിക്കേണ്ടത് ഒരു ആധ്യാത്മികമായ വിഷയമാണ്. 3 പാപം ഉപേക്ഷിക്കണം. രണ്ടാമത്തെ എന്താണ്? വചനം വായിക്കണം. എല്ലാ ദിവസവും അരമണിക്കൂർ എല്ലാ ദിവസവും വചനം വായിക്കുന്ന കൈപൊക്കിക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എത്രയോ പേര് വായിക്കാതെ ഉണ്ട്. അപ്പോൾ തന്നെ ഉടമ്പടിയുടെ അവിശ്വസ്തതയായി. അപ്പം ഇന്ന് മുതൽ കറക്റ്റ് ചെയ്യണം. അരമണിക്കൂർ എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല, 5, 10, 15 മിനിറ്റ് വീതം വായിച്ചാൽ മതി. അത് നമ്മൾ ഉടമ്പടി കാണിക്കണ വിശ്വസ്തതയാണ്. പിന്നെ എന്താണ്? 3 പാപം ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ അരമണിക്കൂർ വചനം വായിക്കുക. കാരുണ്യ പ്രവൃത്തി എന്താണ്? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശ്വാസം, എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചത് നിങ്ങൾക്ക് കുടിക്കാൻ തന്നു. അപ്പോൾ ഈ ആർക്കെങ്കിലും ഇതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക്, വസ്ത്രമില്ലാത്തവർക്ക് നിങ്ങൾ ഇത് കൊടുക്കണം. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ വസ്ത്രം കൊടുക്കണം. 1 മാസം ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യണം. ഈ കാരുണ്യ പ്രവൃത്തി ഒന്നുമില്ലാതെ കൗൺസിലിംഗ് വരുമ്പോഴാണ് മെസ്സേജ് കിട്ടാതെ വരണത്. കാരുണ്യ പ്രവൃത്തി എന്താ ചെയ്യുന്നത് പറയുമ്പോൾ ആരും പറഞ്ഞില്ലെന്ന് പറയും. എന്നിട്ട് പറയാം ആരും പറഞ്ഞില്ലെന്നാണ് പറയണത്. കൗൺസിലേഴ്സ് എല്ലാം കൃത്യമായിട്ട് പറയും, അച്ഛൻ്റെ ഉടമ്പടി പുസ്തകത്തിലുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട്. അപ്പോൾ ഇത് ആരും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഇത് തുറന്നു നോക്കിയിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. ആരും പറഞ്ഞു, കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് ആരും പറഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? തുറന്നു നോക്കിയിട്ടില്ല. കൗൺസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ജ്വരത്തിൽ ഇരിക്കണം കൊണ്ട്. അതുകൊണ്ട് ഉടമ്പടി വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ടത്. കാര്യം 2 തരം കാര്യങ്ങളുണ്ട്. നമുക്ക് 2 തരമാണ് ദൈവം നോക്കുന്നത്. ഒന്ന് വിശ്വാസികൾ. ഇപ്പോൾ വിശ്വാസിയാണ്, സുഹറ വിശ്വാസിയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം മാത്രം മതി. പക്ഷേ വിശ്വാസം മാത്രം മതിയെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ. അതാണ് വിഷയം. അവിടെ എന്ത് വേണം? വിശ്വസ്തത വേണം. 2 കാര്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം, ബഹുമാനിക്കാം, ആരാധിക്കാം, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. പക്ഷെ ക്രിസ്തുവിനെ സ്വന്തമാക്കണത് കാര്യം വിശ്വാസമല്ല, അത് വിശ്വസ്തതയാണ്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം, ബൈബിളിലെ ഏറ്റവും നല്ല പുസ്തകം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല പുസ്തകം വെളിപാടാണെന്ന് പറയും. എന്താണെന്നറിയാവോ? മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുണ്ടെന്ന്. കാര്യം വിശ്വസ്തത ഇപ്പം റോമാ 1:6 നമ്മൾ എന്താ വായിക്കണത്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശാലായാലും സുഹറായാലും ആരായാലും യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് വിശ്വാസം വഴിയല്ല. വിശ്വാസം വഴി നമുക്ക് അനുഗ്രഹമാണ് കിട്ടുന്നത്. വിശ്വസ്ത വഴി നമുക്ക് കൃപ കിട്ടും, ദൈവാംശം കിട്ടും. ദൈവത്തിൻ്റെ ആനുകൂല്യവും ദൈവ അംശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ ആനുകൂല്യം, അനുഗ്രഹം, ദൈവ അംശം എന്ന് പറയുന്നതാണ് കൃപ. ഈ കൃപ ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകണത്. അപ്പോഴെന്താണ്? നമ്മൾ സാക്ഷികളാകും. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ 10-40 സാക്ഷ്യം ഇവിടെ കേട്ടു. എന്ത് സാക്ഷ്യമാണത്? വിശ്വാസ സാക്ഷ്യമാണ്. ഇപ്പം വിശ്വാസ സാക്ഷ്യം എന്ന് പറയണത് നമ്മൾ സാക്ഷ്യം. പ്ലീസ് നിങ്ങളവിടെ ഇരിക്കുക. ഈ പത്രക്കാരൊക്കെ അവിടെ ഇരിക്കുക. വിശ്വാസം ഓരോ രീതി പ്രവർത്തിക്കുന്ന രീതി കണ്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. വിശ്വാസം വഴി നമുക്ക് അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അത് യൂസ് ആൻഡ് ത്രോയാണ്. ഇപ്പം അമേരിക്കൻ കമ്പനിയുടെ ഓർഡർ കിട്ടിയാലും 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ കാശ് ശമ്പളമൊക്കെ തീരും അല്ലേ?
തീർന്നില്ലേ? അപ്പോൾ ദൈവമായിട്ട് ബന്ധവും തീർന്നു. അപ്പോൾ സ്വന്തമല്ല. അനുഗ്രഹം ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാക്കത്തില്ല. നമ്മൾ ഓർക്കണം, കൃപയാണ് ദൈവത്തിൻ്റെ സ്വന്തമാക്കണത്. നീ കൃപാസനത്തിൽ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഇപ്പം പനി മാറി, അല്ലെ ക്യാൻസർ മാറി. ഇപ്പം ക്യാൻസർ മാറിയാലും ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ വേറെ രോഗം വന്നു വരും. അപ്പോൾ ഒരു ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം പ്രാപിച്ചാൽ ആ ആനുകൂല്യം എന്ന് പറയുന്നത് എല്ലാം കാലികമായിട്ടുള്ള ആനുകൂല്യമാണ്. അത് കഴിഞ്ഞാൽ അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ആളായി മാറി. പക്ഷേ എന്താ, കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ സൗഖ്യം നിന്നെ വിട്ടുപിരിഞ്ഞാലും കർത്താവ് നിന്നെ വിട്ടുപിരിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകണത് എങ്ങനെയാണ്? ആനുകൂല്യം കൊണ്ടല്ല, അനുഗ്രഹം കൊണ്ടല്ല, കൃപ കൊണ്ട്, ദൈവ അംശം കൊണ്ടാണ്. ദൈവ അംശവും ദൈവ ആനുകൂല്യവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ദൈവ ആനുകൂല്യങ്ങൾ വിശ്വാസത്തിൽ ഉണ്ടാകുന്നു, ദൈവ അംശമെന്ന് പറയുന്നത് വിശ്വസ്തയുടെ ഉണ്ടാകുന്നു. സാക്ഷികൾ 2 തരമാണ്. വിശ്വാസവും സാക്ഷ്യമുണ്ട്, വിശ്വസ്തയുടെ സാക്ഷ്യമുണ്ട്. ഇപ്പം നമ്മളിവിടെ കേട്ടതെല്ലാം എന്തിൻ്റെ സാക്ഷ്യമാണ്? വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. ഇതിന് ബിബ്ലിക്കലായിട്ട് വലിയ മൂല്യമില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തമായ ആൾക്കാർക്ക് നിന്ന് വിശ്വസ്തയുടെ സാക്ഷ്യമുണ്ടാണ്. എൻ്റെ ഭൃത്യനായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലത്ത് നീ എന്നോടുള്ള വിശ്വസ്ത മുറുകെ പിടിച്ചിരുന്നു. പെർഗാമയിലെ സഭയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യം, പെർഗാമയിലെ സഭ കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി പീഡ അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിന്ന സഭയാണ് പെർഗാമിലെ സഭ. പെർഗാമിലെ സഭയോട് മലാഖ ദൂതൻ പറഞ്ഞത് എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചത് പറയാനുണ്ട്. എൻ്റെ സ്വന്തം സഹപ്രവർത്തകരായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലമുണ്ട്. അന്ന് നീ എന്നോടുകൂടെ വിശ്വസ്തനായിട്ട് നിന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നതിനകത്ത് വിശ്വാസം മാത്രമേ ഉള്ളൂ, വിശ്വസ്തതയില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്വന്തവുമല്ല. ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്നത് എന്താണ്? സഹനം ഉണ്ടാകുമ്പോഴും വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് പോവാതെ നിന്നുകൊണ്ട് സ്നേഹത്തിനും സഹനത്തിനും സുവിശേഷത്തിനും സാക്ഷിയായതുകൊണ്ട് യേശുക്രിസ്തു ഏകരക്ഷകനാണ് നെറ്റ് പറയുമ്പോൾ അവൻ വിശ്വസ്തതയായി ദൈവത്തിൻ്റെ സ്വന്തമായി കൈ അടിച്ച് കർത്താവ് കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് യേശുവിൻ്റെ സ്വന്തമാകണത്? യേശുവിൻ്റെ സ്വന്തമാകണത്, ദൈവത്തിൻ്റെ സ്വന്തമാകണത് വിശ്വാസം കൊണ്ടല്ല, ദൈവത്തോടുള്ള വിശ്വസ്തത കൊണ്ടാണ്. വിശ്വസ്തത എപ്പോഴാണ് ഉണ്ടാകണത്? അനുഗ്രഹം താമസിക്കുമ്പോഴും. ലോകത്തിന് നിങ്ങളെ സ്വന്തമാക്കാത്ത ഒരു സമയം വരും. ലോകത്തിന് നിങ്ങളെ സ്വന്തമാകാത്ത ഒരു സമയം ബൈബിൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ്, ശക്തമായ കൺസെപ്റ്റ്. ചില സമയത്ത് ലോകത്തിന് നമ്മളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ലോകം ആരൂപിയാൻ നയിക്കപ്പെടുന്നവർക്ക് നമ്മളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. അത് ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഹെബ്രായർ 11:38, ഹെബ്രായർ 11:38, ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അവർ മാളങ്ങളിൽ ജീവിച്ചു, വനങ്ങളിൽ ജീവിച്ചു, മലമുകളിൽ ജീവിച്ചു. അവിടെ ജീവിതത്തിൻ്റെ ദയനീയമായ അവസ്ഥയാൽ അവിടെ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് അവരെ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് പണമില്ലെങ്കിൽ, സൗന്ദര്യമില്ലെങ്കിൽ, സ്വാധീനമില്ലെങ്കിൽ നിൻ്റെ ബന്ധപ്പെട്ടവർ സ്വന്തപ്പെട്ടവർ നിന്നോട് പറയത്തില്ല അവർ നിൻ്റെ ബന്ധുവാണെന്ന്. അതാണ് പറയുന്നത്, ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്തവരെ. ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്.
അത് യോഹന്നാൻ്റെ ഹെബ്രായ ലേഖനത്തിൽ 11:38 ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ പറ്റിയില്ല, ബന്ധുക്കൾക്ക് അവർ സ്വന്തമാണെന്ന് പറഞ്ഞില്ല, സ്വന്തം പാർട്ടിയിലുള്ള സമുദായത്തിലുള്ളവരെ അവർ സ്വന്തമാണെന്ന് പറഞ്ഞില്ല, എന്തിന് അയൽവാസികൾ പോലും അവരെ കല്യാണത്തിന് വിളിച്ചില്ല. ഇപ്പോൾ ചില അയൽവാസികൾ പോലും നമ്മൾ ബന്ധപ്പെട്ടവർ പോലും സ്വന്തപ്പെട്ടവർ പോലും നമ്മളെ അടിയന്തരത്തിന് വിളിക്കണില്ലല്ലോ. എന്താ കാര്യം? നമുക്കവിടെ അത്രയും പണമില്ല, നമുക്കവിടെ അത്രയും സ്വാധീനമില്ല, നമുക്കത്രയും ആരോഗ്യമില്ല, നമ്മളിങ്ങനെ കുടിഞ്ഞ് മടങ്ങി, നമ്മുടെ സമ്പത്തുമില്ല, കാറിൽ ചെല്ലാൻ പറ്റത്തില്ല, നമുക്ക് ബൈക്കിൽ ചെല്ലാൻ പറ്റണില്ല, കാശില്ല നമുക്ക്. അതുകൊണ്ട് ലോകത്തിന് അവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന് ബൈബിൾ എന്ത് ശ്രദ്ധയോടെയാണെന്നാണ് മനുഷ്യനെ കാണുന്നത്. ലോകത്തിന് സ്വന്തമാക്കാൻ പറ്റാത്തവരുണ്ട്, അവർ ദൈവത്തിനെ സ്വന്തമാക്കാൻ പറ്റിയവരാണ്. ദൈവവേദനേ, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ന്യൂനത ലോകത്തിന് നിന്നെ സ്വന്തമാക്കാൻ പറ്റാത്തവരെ, നിൻ്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങൾക്കോ സഹപ്രവർത്തകർക്കോ നിന്നെ സ്വന്തമാക്കാൻ പറ്റാത്ത ന്യൂനത പോരായ്മ നിനക്കുണ്ടെങ്കിൽ ഓർക്കുക, അത് ഹെബ്രായർ 11:38 എന്താണ്? ഇപ്പോൾ ലോകത്തിൽ നിന്നെ സ്വന്തമാക്കാൻ പറ്റണില്ല, പക്ഷെ അപ്പോഴും നീ എന്തു ചെയ്യും? അപ്പോഴും നീ കർത്താവേ, എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ട, സ്വന്തപ്പെട്ടവർക്ക് എന്നെ വേണ്ട, എൻ്റെ അയൽവാസികൾക്ക് എന്നെ വേണ്ട, എന്നെ അങ്ങനെ ആരും കരുതണില്ല, എങ്കിലും കർത്താവേ നീ എന്നെ ഹെബ്രായർ 11:38 കരുതണുണ്ടല്ലോ കർത്താവേ, എനിക്കത് മാത്രം മതി. എൻ്റെ ദൈവമല്ലേ, അപ്പോഴും നീ വിശ്വാസങ്ങൾ ഉപരി എന്നിട്ട് നീ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഹെബ്രായ ലേഖനത്തിലെ വെളിപാട് പുസ്തകത്തിലെ 2:10 എഫേസ്യ ലേഖന സഭയ്ക്കും ഹെബ്രായർ 2:12 സ്മിർനായിലെ സഭയ്ക്കും പെർഗാമിലെ സഭയ്ക്കും പറയണത് എന്താണ്? എൻ്റെ സാത്താൻ കുടിയിരിക്കുന്ന സ്ഥലത്താണ് നീ വസിക്കണത്. ബൈബിൾ എന്ത് രസമാണെന്നറിയോ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2:10 പറയും, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കണതെന്ന്. ഏഷണി, പരദൂഷണം, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, മദ്യപാനം, മദ്യോത്സവം, അങ്ങനെയുള്ള എല്ലാ മ്ലേച്ഛതകളും ഉള്ള ബന്ധുക്കളെ, സ്വന്തപ്പെട്ട അയൽവാസികൾ, കുപ്പിക്കൂട്ടങ്ങൾ, അങ്ങനെ പലരുള്ള സ്ഥലത്താണ് നീ വസിക്കണത്. ദൈവത്തിലെ ശരിയല്ലേ കർത്താവിൻ്റെ വചനം? ഹെബ്രായ അത് ഈ ലേഖനം വെളിപാട് ലേഖനമാണ്. അതായത് 2:10 സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കണത്. സിംഹാസനം എന്ന് പറയുന്നത് എന്താണ്? സാത്താൻ്റെ അധികാരം. അവിടെ സാത്താൻ പറയുന്ന വിലയുള്ള, അങ്ങനെ തിന്മയുടെ ശക്തിക്ക് വരെയുള്ള, കൊല്ലണമെങ്കിൽ കൊല്ലണം, തിന്നണമെങ്കിൽ തിന്നണം, അങ്ങനെ കൊട്ടേഷനെങ്കിൽ കൊട്ടേഷൻ, കള്ളെങ്കിൽ കള്ള്, പെണ്ണെങ്കിൽ പെണ്ണ്, വെള്ളമെങ്കിൽ വെള്ളം, ഇങ്ങനെയുള്ള നാരകീയമായ പൗശീന്യം, പിടിച്ചുപറി, ചതി, അഹങ്കാരം, മുൻകോപം, ഇങ്ങനെയുള്ള ചവിട്ടിപ്പിടുത്തം, അതുപോലെ കുതികാല് വെട്ടൽ, ഇങ്ങനെയുള്ള മൃഗീയ മ്ലേച്ഛതകൾ അഴിഞ്ഞാടുന്ന ഒരു സമൂഹത്തിലാണ് നീ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പറയണത്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. സാത്താൻ്റെ എഫേസ്യ സഭയ്ക്ക് കർത്താവിൻ്റെ വെളിപാട്, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് ദൈവത്തിലെ നീ വസിക്കാൻ. ഈ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് വസിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ പുണ്യം. എന്താ പുണ്യം എന്ന് പറയുന്നത്? അങ്ങനെ സാത്താൻ്റെ അധികാരമുള്ള സ്ഥലത്ത്, സാത്താൻ്റെ വാക്കിന് വിലയുള്ള സ്ഥലത്ത്, ദൈവത്തിൻ്റെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് പോലും നീ വിശ്വാസിയായി ജീവിക്കുമ്പോൾ, നീ സ്നേഹത്തോടെ, സഹനത്തോടെ, നന്മയോടെ, വിശുദ്ധതയോടെ, ആത്മാവിൻ്റെ പുണ്യങ്ങളോടെ സഭയോടെ ജീവിക്കുമ്പോൾ ദൈവവൈദ്യരെ യേശു ക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. കൈ അടിച്ചു കർത്താവ് ആരാധിക്കുന്ന ദൈവമേ, ബന്ധനങ്ങൾ അഴിക്കലമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, എല്ലാവരും ആത്മീതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, ആത്മീതൻ അഭിഷേകമായി പടരണമേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ.
Praise the Lord. Praise the Lord. അതിനോട് ചേർന്ന് വായിക്കാവുന്ന വചനമാണ് 1 കൊരിന്ത്യർ 6:19. എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അതിനാൽ നിങ്ങളുടെ സ്വന്തമല്ല. പിന്നെ നമ്മൾ ആരുടെ സ്വന്തമാകും? ദൈവത്തിൻ്റെ സ്വന്തമാകും. ദൈവത്തിൻ്റെ സ്വന്തം, ലോകത്തിൻ്റെ സ്വന്തം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അവർ മാളങ്ങളിൽ ജീവിച്ചു, അവർ മലകളിൽ ജീവിച്ചു, വനങ്ങളിൽ ജീവിച്ചു. അവരെ സ്വന്തമാക്കാൻ ലോകത്തിന് പറ്റിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിൻ്റെ സ്വന്തമെന്നും പറഞ്ഞ സംഭവമുണ്ട് ഇല്ലേ? ഓരോരുത്തരും ആരാണ്? നമ്മളോട് ചിരിച്ച് കാണിക്കുന്നവരെ, നമ്മളെ അംഗീകരിക്കുന്നവരെ, നമ്മളോട് സഹിത്വം ചേരുന്നവരെ, അവർക്ക് ആകർഷിക്കപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് അവരങ്ങനെ സ്നേഹവും കാരുണ്യമൊക്കെ കാണിക്കത്തുള്ളൂ ഇല്ലേ? അല്ലെങ്കിൽ പണമില്ലാത്ത പിണമായി പോകും. അപ്പോൾ എന്താണ്? അവർ നമ്മളെ സ്വന്തമാക്കത്തില്ല. അതാണ് വചനം പറയണത്. അങ്ങനെയുള്ള കാലത്ത് ലോകത്തിന് നിങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഹെബ്രായർ 11:38. എന്നിട്ട് പിന്നീട് നമ്മൾ 1 കൊരിന്ത്യർ 6:19 വരുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ലെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ആരുടെ സ്വന്തമാണ്? ദൈവത്തിൻ്റെ സ്വന്തം. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണോ ലോകത്തിൻ്റെ സ്വന്തമാണോ എന്ന് തീരുമാനിച്ചാൽ വിശ്വാസിയാണോ വിശ്വസ്തനാണോ എന്ന് പറയാൻ കഴിയും. നമ്മൾ വിശ്വസ്തനാണ്. ലോകത്തിൻ്റെ സ്വന്തമല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ മാളങ്ങളിലും വനങ്ങളിലും മലമുകളിലും ഗുഹകളിലുമൊക്കെ ഇങ്ങനെ പേരില്ലാതെ പെരുമയില്ലാതെ കുറേ കാലത്തേക്ക് ജീവിക്കും. കുറേ കാലത്തേക്കേ ഉള്ളൂ. എന്നും കൊന്ന് ദൈവത്തിലെ എന്നും കൊന്നും ഇങ്ങനെയാണെന്ന് പറയരുത് കേട്ടോ. പറയോ? 10 ദിവസം. വെളിപാട് എന്താ പറയണത്? എഫേസൂസുകാർക്കെഴുതിയ ലേഖനമല്ല, എഫേസൂസ് വെളിപാടിൽ എഫേസൂസിൽ സഭയ്ക്ക് വെളിപാട് കൊടുക്കുമ്പോൾ പറയണത് എന്താണ് പറയണത്? നീ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് വസിക്കണത്. എന്നിട്ട് നീ എന്നോടുള്ള വിശ്വസ്തത നിലനിർത്തി. നിന്റെ ക്ലേശം 10 ദിവസമാണെന്ന്. കൈയടിച്ച് കർത്താവ്. നിന്റെ ക്ലേശം 10 ദിവസം. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു പോയി. എന്താ കാര്യം എന്നറിയാമോ? ക്ലേശത്തിലാണ് പോകണമെന്നുണ്ടെങ്കിലും അനന്തമായ ക്ലേശത്തിലേക്ക് ദൈവം തള്ളിയിട്ട് നിന്നെ കൊല്ലത്തില്ല. നിന്റെ കണ്ണീരിൻ്റെ കാലം കർത്താവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ്. ദൈവമേ, കടുതീരുടെ കാലങ്ങൾ പരിമിതപ്പെട്ട ദൈവമേ, സ്തോത്രം ചെയ്തു ആരാധിക്കുന്നു. കഷ്ടങ്ങൾ സാരമില്ല, എല്ലാവരും കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിലെ ഈ വചനം ഏറ്റുപറഞ്ഞ് കൃപ പ്രാപിച്ച് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. നമുക്ക് സഹനം വരുന്ന എവിടുന്നായിരിക്കും? പിശാച് തടവിലാക്കിയ നാത്തൂനിൽ നിന്നോ അമ്മായിയമ്മയിൽ നിന്നോ മരുമകളിൽ നിന്നോ അയൽവാസിയിൽ നിന്നോ പാർട്ടിക്കാരിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഉണ്ടാകാം. മനസ്സിലായില്ലേ? അതാണ് കർത്താവിൻ്റെ വചനം പറയണത്. എന്താ പറയണത്? നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നീ പറഞ്ഞേ. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. പിശാചിന്റെ പരിപാടി എന്താ? കൊല്ലുക, കൊല്ലാനും നശിപ്പിക്കുക. കർത്താവ് പറഞ്ഞില്ലേ? 10 യോഹന്നാൻ 10:10 കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളനാണവൻ. അപ്പം കള്ളന്മാരിൽ നിന്ന് കള്ളൻ തടവിനാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാകും. നിൻ്റെ ബന്ധുക്കളുണ്ടാകാം, സ്വന്തപ്പെട്ടവരുണ്ടാകാം, സഹപ്രവർത്തകരുണ്ടാകാം, നിൻ്റെ പ്രൊമോഷൻ തടഞ്ഞവരുണ്ടാകാം, നിനക്ക് വേണ്ടി പണിതവരുണ്ടാകാം. അതുകൊണ്ട് പറയുന്നു, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവരെ ഭയപ്പെടരുത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പിശാചിനെ ഭയപ്പെടരുത്. നീ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഗുനായ്മകൾ കേട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ഫിയർ നോട്ട്. ബൈബിള് മനുഷ്യരാശിയിൽ പറയുന്ന ഏറ്റവും ശക്തമായ വാക്കാണ് ഫിയർ നോട്ട്. ഭയപ്പെടേണ്ട. കൈ അടിച്ച് കർത്താവ്.
ചില പിശാച് നിങ്ങളെ തടവിലാക്കിയിരിക്കുന്നു. അതായത് നമുക്ക് സഹനം തരുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ അതിർത്തി കുറ്റി മാറ്റിയിടുന്ന ആൾക്കാരാകാം, വഴി കൊണ്ടുവന്ന് കുപ്പിച്ചിലിടുന്ന ആൾക്കാരാകാം, വഴി വിടാത്ത ആൾക്കാരാകാം. നീ ഉടനെ സഹിക്കാതിരിക്കും. ഇങ്ങനെയുള്ള സഹനങ്ങളെ ഭയപ്പെടരുത്. ബൈബിളിലെ കർത്താവിൻ്റെ വചനം മാത്രമേ സഹനങ്ങളെ ഭയപ്പെടരുതെന്ന് പറയത്തുള്ളൂ. കാര്യം ഇത് സത്യസന്ധവും സത്യവേദ പുസ്തകവും ജീവൻ്റെ വചനവുമാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം വാക്കുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം വാക്കുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധവനോദ്യോഗാരണത്തിന് ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് സഹനം തരുന്ന വ്യക്തികൾ ആരായാലും നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്? അവരങ്ങനെ ചെയ്യണ കാരണം എന്താണ്? പിശാച് തടവിലാക്കി. അപ്പോൾ അവരാരുടെ ബന്ധനത്തിലാണ്? പിശാചിൻ്റെ ബന്ധനത്തിൽ. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല. മത്തായിയുടെ 17-ാം അധ്യായത്തിൽ. അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് അപസ്മാര രോഗിയെ അവൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയാതിരുന്നത്? അപ്പോൾ വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ്. പിശാചിൻ്റെ ബന്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം നമുക്ക് എന്താണ് തരണത്? വിശുദ്ധി തരും. നമുക്ക് വിശ്വാസം നമുക്ക് എന്ത് തരും? വിശുദ്ധി തരും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സത്യവിശ്വാസവും കള്ളവിശ്വാസവും തമ്മിൽ ഒരു വിശ്വാസം നിന്നെ വിശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യവിശ്വാസം. ഒരു വിശ്വാസം നിന്നെ കൂടുതൽ അഹങ്കാരിയും, ഒരു വിശ്വാസം നിന്നെ കൂടുതൽ മ്ലേച്ഛനുമായി, ഒരു വിശ്വാസം നിന്നെ കൂടുതൽ അധമനുമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അസത്യവിശ്വാസം. സത്യവിശ്വാസവും അസത്യവിശ്വാസവും നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? ഏത് വിശ്വാസമാണ് നിന്നെ വിശുദ്ധീകരിക്കുന്നത്? അതാണ് സത്യവിശ്വാസം. ആ സത്യവിശ്വാസം കൊണ്ട് പറയും, സാത്താനെപ്പോലും നിൻ്റെ വിശ്വാസത്താൽ നിനക്ക് തളച്ചിടാൻ കഴിയും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്തു പോകത്തില്ല. ദൈവവേദനെ നിന്നെ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങളിൽ സാത്താൻ നിൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ സഹപ്രവർത്തകരെ ബന്ധത്തിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഉടമ്പടി പോലെ അതിനെന്തുണ്ട് പ്രാർത്ഥന? ഉടമ്പടി ഇത്രയും ശക്തമാകാൻ കാര്യം എന്താ? ഉടമ്പടിയിൽ ഉപവാസമുണ്ടായി. ഉടമ്പടിയിലെ മൂന്നാമത്തെ ഐറ്റം എന്താണ്? ഉപവസിക്കുക. അല്ലെങ്കിൽ 5-ാമത്തെ ഐറ്റം കൂടെ കിടക്കുന്നത് എന്താണ്? ഒരാഴ്ചയിൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ഉപവസിക്കുക. എന്തിനാണ്? ആത്മശക്തി ആവഹിക്കാനും സാത്താൻ്റെ ബന്ധത്തിൽ നിന്ന് അഴിച്ചു മാറ്റപ്പെടാൻ വേണ്ടിയാണ്. ഉപവാസം മുടക്കരുത്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. നിങ്ങൾ ഉപവാസമില്ല, പ്രാർത്ഥനയുമില്ല, പ്രേക്ഷിത പ്രവർത്തനവുമില്ല, ചുമ്മാ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്ന കർത്താവ് സംസാരിക്കാത്തതിൻ്റെ കാര്യം എന്താ? ആദ്യം തന്നെ, അതായത് എമർജൻസി കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യും. അടുത്ത ഘട്ടം വരുമ്പോൾ പറയും, നീ ഉടമ്പടി പാലിച്ചിട്ട് വരാൻ പറയും, വിശ്വസ്ത കാണിക്കാൻ പറയും. ഉടമ്പടിയോട് വിശ്വസ്ത കാണിക്കാൻ പറയും. അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയണം, കർത്താവ് എനിക്കും അൾത്താരയ്ക്കൊരു സാക്ഷ്യം പറയണം. പക്ഷെ സാക്ഷ്യം പറഞ്ഞാൽ മാത്രം പോരാ, സാക്ഷിയായി ജീവിക്കണം. ഉടമ്പടി ചെയ്യുന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കണം, എനിക്ക് യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കണം. ഒറ്റ സ്വരത്തിൽ പറഞ്ഞ്, എനിക്ക് യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കണം. സ്വരത്തിൽ പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ സാക്ഷി, സ്നേഹത്തിന്റെ സാക്ഷിയായി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോകാൻ പാടില്ല. പരിശുദ്ധാത്മാവ് 1 തെസ്സലോനിക്കൻസ് 5:19 പോലെ ദുഃഖിച്ചകലാൻ പാടില്ല. പരിശുദ്ധാത്മാവ് എഫേസ്യൻസ് 4:30 പോലെ നിർവീര്യമാകാൻ പാടില്ല. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ നിലനിൽക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധവരം ദിവ്യകാരുണ്യത്തിന്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1 യോഹന്നാൻ 5:12 വചനം നമ്മൾ പറഞ്ഞ വചനമാണ് പറയുന്നത്. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അത് 6:37 ബന്ധമുള്ളതാ. 1 യോഹന്നാൻ 5:12 ഒന്ന് ഏറ്റു പറഞ്ഞേ. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വന്നിരിക്കണം ജീവൻ ഉണ്ടാകാനും. യോഹന്നാൻ 10:10 അത് സമൃദ്ധമായി ഉണ്ടാകുന്നതാണ്. പെരുന്നാളിൻ്റെ മഹാദിനത്തിൽ അവിടെ എഴുതരുതെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ, എന്നെ വിശുദ്ധരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവൻ പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ എങ്ങനെയാണ്? അവൻ പിശാചിന് അടിമയായിരിക്കത്തില്ല. അതായത് നീ സാത്താൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്താണ് വസിക്കുന്നത്. സാത്താൻ്റെ പിണിയാളുകളായിട്ടുള്ളവരാണ് നിൻ്റെ സ്വാധീനത്തിൽ, നിൻ്റെ സംസർഗത്തിലുള്ളത്. എന്നിട്ടും ജീവൻ്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശ്വസ്തയോടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ഗലാത്യർ 5:22 അനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹത്തോടെ, ക്ഷമയോടെ, ദയയോടെ, നന്മയോടെ, വിശ്വസ്തയോടെ നീ ജീവിച്ചാൽ നീ ആരുടെ സ്വന്തമാകും? കർത്താവിൻ്റെ സ്വന്തമാകും. അറിയാം, ദൈവം നിന്നെ സ്വന്തമാക്കിയാൽ പിന്നെ ആർക്കും നിന്നെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. സാത്താനും ലോകത്തിനും കൈയിടിച്ച് കർത്താവ് ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പ്രാർത്ഥിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ നിമിഷം വരെ അങ്ങ് ജീവനോടെ ജീവൽവചനങ്ങളാൽ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും വചനം പാലിച്ച് സാത്താന്റെ സിംഹാസനത്തിന് അരികിൽ താമസിച്ചാലും സാത്താന്റെ സൗഹൃദത്തിലുള്ളവരുടെ കൂടെ താമസിച്ചാലും വിശ്വസ്തയോടെ ഏത് സകല നാളിലും കർത്താവേ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചാൽ വിശ്വസ്തയുടെ അന്തിപ്പാസിനെ പോലെ അങ്ങയുടെ സാക്ഷിയായാൽ അങ്ങന്റെ ക്ലേശങ്ങളെ ദിനങ്ങളെ ചുരുക്കുവെന്നും അങ്ങനെ വീണ്ടെടുക്കുവെന്നും സ്വന്തമാക്കുവെന്നും സുവിശേഷത്തിലൂടെ ലഭിച്ച എല്ലാ സന്ദേശത്തിനും ഉറപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയട്ടെ. ഹല്ലേലൂയ കർത്താവേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവസാനത്തെ ദർശനം എന്താണെന്നറിയാവോ? വലിയൊരു ദർശനമാണ് ഈശോ തന്നത്. മതമിളകി വരുന്ന വലിയൊരു മതയാനയെ അതിൻ്റെ പിൻകാലുകൾ വലിയ ചങ്ങലയിൽ തളച്ച് അതിന് എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനെ കിടത്തിയിരിക്കുന്നു. ദൈവത്തിലെ നിന്നെ കുത്താനും ആഞ്ഞു നശിപ്പിക്കാനും വരുന്ന എല്ലാ ശക്തികളെയും കർത്താവ് തളച്ചിരിക്കുന്നു. കൈ ഇടിച്ച് കിടത്താണ്. സന്തോഷത്തോടെ എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്ത
എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്കുക. അവസാന അഭിഷേക പ്രാർത്ഥനയുണ്ട്, 5 മിനിറ്റ്. അതിൽ ജോലിയില്ലാത്തവർ നിങ്ങൾ എഴുന്നേക്ക്. ചിലപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ളവരുടെ കണ്ണുനീര് ഒപ്പണത്. ജോലിയില്ലാത്തവർ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, നിങ്ങൾക്കറിയാവോ എന്തുമാത്രം സാക്ഷ്യമാണെന്ന് അകത്ത് പിടിച്ചു വച്ചിരിക്കണത്. അതായത് പഠിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ പണ്ട് വന്ന് ഉടമ്പടി ചെയ്യുമായിരുന്നു. അവർക്ക് കുറേ പേർക്ക് 8+, 7+, 6+, ഫുൾ A+ കിട്ടിയതെല്ലാം പിടിച്ചു വെച്ചിരിക്കണം. അവിടെ പറയിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, അങ്ങനെ A+ കിട്ടിയ ആൾക്കാരെല്ലാം സാക്ഷ്യം പറയേണ്ടത് യൂത്ത് മിഷനാണ്. കുട്ടികളുടെ ധ്യാനമുണ്ട്. കുട്ടികളുടെ ധ്യാനത്തിന് വന്നാണ് A+. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ തന്നിട്ടില്ലേ സാക്ഷ്യം, അവരെല്ലാം തന്ന് സാക്ഷ്യം പറയേണ്ടത് കുട്ടികളുടെ ധ്യാനത്തിനാണ്. മുതിർന്നവരല്ല ആ സാക്ഷ്യം കേൾക്കേണ്ടത്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ, ബുദ്ധിക്കും ഓർമ്മശക്തിക്കും പരാധീനതയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് അവരുടെ സാക്ഷ്യം, ചേട്ടന്മാരുടെ സാക്ഷ്യം കേൾക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ 2ാം ശനിയാഴ്ച വന്ന് സാക്ഷ്യം പറയണം, മറന്നു പോകരുത്. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവർക്ക് ഓപ്ഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ഇത്രയൊക്കെ കൺഫ്യൂഷനില്ലേ, ഏത് സബ്ജക്റ്റ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ. അവരെ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോഴേ, ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വിട്ട ആൾക്കാരുണ്ട്, കൗൺസിലിംഗ് വിളിക്കുമ്പോൾ എവിടെ പഠിക്കണം, അടുത്ത കോളേജിൽ തന്നെ നമുക്ക് കിട്ടണ്ടേ. അകലൊക്കെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാശുണ്ടാകത്തില്ല നമുക്ക് പഠിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ. കാശുണ്ടാകണ മാത്രമല്ല പ്രശ്നം, കാശുണ്ടായാലും കുഞ്ഞുങ്ങളൊക്കെ കൈവിട്ട് പോയാലേ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി എക്ക് മുമ്പ് കുഞ്ഞുങ്ങൾ കൈവിട്ട് പോരുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം ഈ 10ാം ക്ലാസ്സുകാരും ഈ PDCക്കാരൊക്കെ +2കാരൊക്കെ കൈവിട്ട് പോയാലേ അവർക്ക് ജീവിതം അറിയാൻ പാടില്ല. ചെന്ന് വലിയൊരു സ്ഥലത്താണ് ചെന്ന് ചാടുന്നത്. അവരെന്ത് കാണിക്കുമെന്ന് നമുക്കൊരു പിടിയുമില്ല. അവിടെ മനസ്സ് തന്നെ 3 മാസം കൊണ്ട് മാറിപ്പോണ് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും മ്ലേച്ഛത, ഈശോ ഇല്ലാത്ത വിശ്വാസ ജീവിതമില്ലാത്ത സ്ഥലത്താണ്. അതുകൊണ്ട് മക്കൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഉയർത്തിക്കൊണ്ട് കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഫസ്റ്റ് അലോട്ട് വരെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാട്ടിൽ തന്നെ കൊടുക്കണം കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് നാട്ടിൽ തന്നെ അഡ്മിഷൻ കൊടുക്കണം. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഇപ്പം മഴയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സ്വന്തമായിട്ടൊരു സ്ഥലം കിട്ടാനും വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ അവർ മഴയത്ത് വന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണു നിറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴയത്ത് കുഞ്ഞുങ്ങളെ മരിച്ചുകൊണ്ട് എവിടെ പോകാനാണ്? ഇപ്പം മഴയത്ത് നമ്മൾ വേറെ വീട് തിരക്കുമ്പോൾ അവർ ലോകത്തേക്കും കൊള്ളാത്ത കാശ് പറയണ കാരണം ജീവിക്കാൻ പറ്റണില്ല. അപ്പം അതൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ. അച്ഛനോട് ചേർന്ന് പറ, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം നിർത്തി ഞങ്ങളെ യാചിക്കുന്ന കർത്താവേ, സ്വന്തം വീടില്ലാത്തവര്, സ്വന്തം സ്ഥലമില്ലാത്തവര്, വാടകയ്ക്ക് ഒറ്റയ്ക്ക് പാട്ടത്തിന് ജീവിക്കുന്നവർക്ക് സമാധാനത്തോടെ സ്വന്തം വീട്ടിലെ സുരക്ഷിതമായി ജീവിക്കുവാൻ അങ്ങയുടെ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ കർത്താവേ, അവരുടെ രഹിതരുടെ മേലങ്ങ് കൃപ ചൊരിയുന്നതിനെ ഓർത്ത് പറയുന്നു. സ്വന്തമായ ഒരു തൊട്ട് ഭൂമി പോലും ഇല്ലാത്തവരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത്, കൃപാസന കൂട്ടായ്മയിൽ ആശീർവദിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപമതിയേ, നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. മക്കളെ, ചിങ്ങത്തിലെ കല്യാണം, ചിങ്ങം വരാൻ പോവുകയാണ്. ഇതുവരെയൊക്കെ ഈ സമയങ്ങളൊക്കെ കല്യാണം ഒത്തുവരേണ്ട, ചിങ്ങത്തിൽ നടക്കാനുള്ള കല്യാണമൊക്കെ ഒത്തുവരേണ്ട സമയമാണിത്. അപ്പോൾ പലർക്കും അത് ഒത്തുവരാതിരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. ഒത്തു വന്നവർക്കാണെങ്കിൽ അത് നടത്താനുള്ള പണം വേണം.
നമ്മളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുറേ കണ്ണീർക്കാർ ഇതിൻ്റെ അകത്തുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കുക. 40 വയസ്സുള്ള കല്യാണമൊക്കെ പറഞ്ഞില്ലേ, ഇത് കൃപാസനമാണ്. അമ്മ ഇതൊക്കെ ചെയ്യൂല. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല, എപ്പോഴും 36, 38. നമ്മൾ 30 വയസ്സിന് താഴേക്കുള്ള കല്യാണത്തിൻ്റെ സാക്ഷ്യമൊന്നും പറയിപ്പിക്കത്തില്ല. 32 വയസ്സ് വരെ നോർമലായിട്ട് കല്യാണം നടക്കേണ്ട സമയമാണ്. 32 കഴിഞ്ഞാൽ മാത്രമേ സാക്ഷ്യം പറയിപ്പിക്കത്തുള്ളൂ. അപ്പം 32 കഴിഞ്ഞുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, 30-32 വയസ്സുകൾ കഴിഞ്ഞിട്ടും കല്യാണം വെക്കാത്തവര്, കർത്താവേ, കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പ്രകാരം ദൈവത്തിന്റെ ശക്തി അപമാതാവിന്റെ മധ്യസ്ഥതയിൽ അവരിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളില്ലാത്തവരുടെ തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും യേശുനാമത്തിലെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിവാഹ തടസ്സം അങ്ങ് ഏറ്റെടുക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പകരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പകരണമേ. പ്രവാസര അമ്മ മനുഷ്യന് ഏത് രാജ്യത്തിലാണെങ്കിലും ശരി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ സൂചനയാണ്. ഒരു സാറും ടീച്ചറും കൂടി സാക്ഷ്യം പറഞ്ഞില്ലേ അവസാനം. സാറിൻ്റെ പേരിൽ ഗൾഫിലിരിക്കുന്ന പേരൻ്റ് കൊടിയ അപരാധങ്ങളെ ചാർത്തുകയും അത് വലിയ ക്രിമിനൽ കേസായി മാറുകയും അവരുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വരെ നിസ്സഹായമായി നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സാറ് പറയണത് എൻ്റെ വൈഫ്, അതാണ് ഞാൻ ആ സാക്ഷ്യം കേട്ടത്, എൻ്റെ വൈഫ് പ്രാർത്ഥിക്കുന്നവളാണെന്ന്. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഭാര്യയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം പ്രാർത്ഥിക്കുന്ന ഭാര്യയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭാര്യയ്ക്ക് കർത്താവുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം തകർന്നാലും ശരി, നമ്മുടെ കുടുംബത്തിൽ ഒരാളിന് ദൈവമായിട്ട് ബന്ധമുണ്ടായാൽ അയാളുടെ ഉറപ്പിൽ അവർ 3 പേരും മക്കളും കൂടി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ. കാരണം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് വിളിച്ചു, അയാളെ കൈ അഴയുന്നില്ല, അയാളെ കടുംപിടുത്തമാണെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തത്? അവർ മുട്ടയിൽ നിന്ന് കുടുംബത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്തൊരു സംഭവം നടന്ന്. എന്ത് സംഭവം നടന്നത്? അവരുടെ മൊബൈലൊരു മെസ്സേജ് വന്ന്. എന്നാൽ പിന്നെ അതൊക്കെ മുമ്പ് വരാൻ പറ്റില്ലായിരുന്നോ? അവർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ മൊബൈലൊരു മെസ്സേജ് വന്നത്. എന്താണ്? കൃപാസനത്തിൽ നിങ്ങൾ കാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. കാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇടാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതെല്ലാം അമ്മ നിന്ന് കൈകാര്യം ചെയ്യേൻ. അവർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്കറിയാം. അപ്പോൾ അമ്മ പറയും രക്ഷിക്കാനുള്ള വഴി ഏതാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ആ ഒരു XOR മനുഷ്യനെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് മെസ്സേജ് കൊടുക്കുകയാണ്. അവർ വിശ്വസിച്ച ഉടനെ അവർക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ വല്ല യുക്തിവാദി പണ്ടാരങ്ങളാണെങ്കിൽ ആ സമയത്ത് ചെയ്യത്തില്ല. കാര്യം നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും വലിയ നീചനും നികൃഷ്ടനും മൃഗമായി പോണത് അവൻ യുക്തിവാദിയാകുമ്പോഴാണ്. ഈ ഭൂമിയിൽ ദൈവത്തെ മറന്നൊരു മനുഷ്യൻ ജീവിച്ച പിന്നെ അവൻ മനുഷ്യനല്ല. എന്താ കാര്യം? അവന് ദൈവത്തെ അറിയത്തില്ല. അവൻ ദൈവത്തെ അറിയത്തില്ല എന്നുള്ളത് തന്നെയല്ല, അത് ദൈവത്തെ വിശ്വസിക്കുന്നവരെ കൂടി അവനെ ആക്ഷേപിക്കും. അതാണ് ഈ സാത്താൻ്റെ സിംഹാസനം എന്ന് പറയണത്. കാരണം ദൈവമില്ല എന്ന് പറഞ്ഞാൽ സാത്താനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവമില്ല എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി. ചിലപ്പോൾ അവനെ എന്ത് പാർട്ടിക്കാരനായാലും ശരി, അവൻ നിരീശ്വരവാദിയാണെങ്കിൽ സാത്താനെയല്ലേ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മക്കൾ നിരീശ്വര പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ എവിടെ പ്രവർത്തിച്ചാലും വിശ്വാസിയായിരിക്കണം. നിങ്ങൾ വിശ്വാസിയായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞില്ലേ? എവിടെയാണെങ്കിലും നിനക്ക് പ്രവർത്തിക്കാം, പക്ഷേ വിശ്വാസിയായിരിക്കുക. അത് ഭയങ്കരമായ വിശ്വാസിയായിരിക്കുക എന്ന് പറയുമ്പോൾ അതിലെല്ലാ വിഷയങ്ങളും ഉണ്ട്. ഉടനെ അവർ പറഞ്ഞ് കാൻഡിൽ പ്രെയർ ലൈറ്റിൽ കമ്പ്യൂട്ടറിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മുമ്പിൽ തിരികെത്തിക്കുകയും പറയും. ഉടനെ ആ മനുഷ്യൻ വീട്ടിൽ ഇരുന്നുകൊണ്ട്
ഒരു കർത്താവിൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു കർത്താവിൻ്റെ നാമത്തിൽ ഒരു തിരി കത്തിച്ചതാണ്. 5 മിനിറ്റ് എടുത്തുള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ഗൾഫിലുള്ള മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ട് മെസ്സേജ് വരികയാണ്. അത്രയും സ്പീഡായിട്ട് നമ്മൾ ജീവിക്കണം. ദൈവം നമ്മുടെ പ്രതിസന്ധിയിൽ എങ്ങനെ ഇടിമിന്നൽ പോലെ ഇടപെടണമെന്ന് നമ്മൾ കണ്ടു പോണ ആൾക്കാരാണ്. ഇനി നിങ്ങൾ വിശുദ്ധിയില്ല ജീവിച്ച ഇടിമിന്നൽ നിങ്ങളുടെ മേത്തിട്ട് വരും അവസാനം. കാര്യം നിങ്ങൾ കണ്ട ആൾക്കാരാണ്, നിങ്ങൾ കേട്ട ആൾക്കാരാണ്. ദൈവത്തെ കണ്ടനുഭവിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ കടീറിൻ്റെ കാലത്ത് കർത്താവ് എങ്ങനെയാണ് ഇങ്ങനെ അവതരിക്കണം നമ്മൾ കണ്ടതാണ്. അതുപോലെ സർവീസ് പ്രതിസന്ധി, കള്ളക്കേസ്, ദോഷകരമായ കുറ്റാരോപണങ്ങൾ, ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെ എല്ലാം വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേസുകളിൽ കുടുങ്ങിയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. സാമ്പത്തിക കടങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ 5 സാക്ഷ്യം പലപ്പോഴും ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചയെല്ലാം സാമ്പത്തിക കടങ്ങളിൽ നിന്നാണ്. അതായത് നമ്മുടെ മുമ്പിലൊരു വഴിയുമില്ല. എങ്ങനെ കടങ്ങൾ പരിഹരിക്കുമെന്ന് ഒരു വഴിയുമില്ല. ഞാനും ചോദിക്കും, വല്ല മാനുഷികമായ മാർഗമുണ്ടോ? ഒന്നുമില്ല അച്ഛാന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും, ചില സമയത്ത് എനിക്ക് സന്തോഷം തോന്നും. എന്താ കാര്യം? ഒന്നുമില്ലെങ്കിൽ മാതാവ് നേരിട്ട് ഇടപെടേണ്ട കേസാണിതെന്ന്, അല്ലേ? അതുകൊണ്ട് സാമ്പത്തിക കടമുള്ളവരെ പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവനുപാധികളില്ല, ജീവിക്കാൻ മാർഗമില്ല, വരുമാന മാർഗമില്ല, കടക്കെണികളിലെ കടക്കാരുടെ അലട്ടലുകളിലെ സമാധാനമില്ല, ഉറക്കമില്ലാതെ ഭ്രാന്തി പിടിച്ച് നടക്കുന്ന മക്കളുടെ മേലെ ദൈവത്തിന്റെ തീരുമാനമുണ്ടാവട്ടെ. അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടക്കടിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയെടുത്ത് അടക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിത സാമ്പത്തിക ക്ലേശത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ സമാപന ആശീർവാദമാണ്. ആശീർവാദത്തിന് വീണ്ടും നേർച്ച ഉയർത്തിപ്പിടിക്കുക. നേർച്ചവസ്തുക്കളെല്ലാം ഉയർത്തിപ്പിടിക്കട്ടെ. കൃപാസന നേർച്ചവസ്തുക്കളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കർത്താവേ, ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, സൗഖ്യപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. കർത്താവായ ദൈവമേ, തീരാവ്യാധികള്, രോഗദുരിതത്തിൽ വലയുന്നവര്, കടഭാരത്തിൽ വഴിയുന്നവര്, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സദാരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഭവനരഹിതരെ, തൊഴിൽ രഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. കൃപാസന കൂട്ടായ്മയില് വന്നു ചേർന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടെ നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹം ചൊരിഞ്ഞ കർത്താവിന്, കൃപകൾ വർഷിച്ച കർത്താവിന്, അഭിഷേകം നൽകിയ കർത്താവിന് ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്ര ദൈവമേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്